സർ, ഈ മാസം മൂന്നാമത്തെ കുട്ടിയാണ് കാണാതാവുന്നത്. ഇതുവരെയും കാണാതെ വന്ന 2 കുട്ടികളുടെ വീട്ടുകാരും അവർക്കൊപ്പം കോളനിക്കാരും മീഡിയയും പുറത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. കോൺസ്റ്റബിൾ ദാമോദരൻ പറയുന്നത് കേൾക്കെ തലയ്ക്ക് കൈവച്ചിരുന്നു പോയി സബ് ഇൻസ്പെക്ടർ വിനയ് വർമ്മ. എടോ, ഇതിപ്പോ വല്ലാത്തൊരു പുലിവാലി പിടിച്ച കേസായാലോ? അന്വേഷണം എവിടെയും എത്താതെ വഴിമുട്ടി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. സർ, പുറത്ത് മാധ്യമപ്രവർത്തകർ സാറിനെ കാത്തു നിൽക്കുകയാണ്. ഇറങ്ങി പോവാൻ പറയടോ. മനുഷ്യൻ പ്രാന്തെടുത്തിരിക്കുക. അപ്പോഴാണ് വിനയ് ദേഷ്യത്തോടെ പറയവേ ദാമോദരൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. മുന്നിലുള്ള കേസ് ഫയൽ മറിച്ചു നോക്കി വിനയ്. ആദ്യ പേജിൽ തന്നെയുള്ള ഫോട്ടോയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. അർജുൻ, വയസ്സ് 14, കാണാതായത് ഓഗസ്റ്റ് 5-ാം തീയതി. ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ പേജ് മറിച്ചു. അലൻ, വയസ്സ് 20, കാണാതായത് 11-ാം തീയതി. ഇന്ന് വീണ്ടും ഒരു കുട്ടിയെ കൂടി കാണാതായിരിക്കുന്നു. പക്ഷേ അത് ഒരു പെൺകുട്ടിയാണ്. പേര് നമിത, വയസ്സ് 16. ഇതുവരെയും കാണാതെ വന്ന 2 പേരിൽ ഒരാൾ കോളനിയിൽ താമസിക്കുന്നതാണ്. എന്നാൽ ഇന്ന് കാണാതെ വന്ന പെൺകുട്ടി സിറ്റിയിലുള്ളതാണ്. അച്ഛനും അമ്മയും വിദേശികൾ. ഇവിടെ അമ്മമ്മയോടൊപ്പം താമസിക്കുന്നു. ജില്ലയിലുണ്ടായിരുന്ന ഭിക്ഷാടക സംഘത്തെ മുഴുവൻ പൊക്കി ചോദ്യം ചെയ്തു. എന്നാൽ അവർക്കാർക്കും ഇതിൽ പങ്കില്ല. ആദ്യം കാണാതായി വന്ന കുട്ടിയെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ ആ വീട്ടിലുണ്ടായിരുന്നതാണ്. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ മുതൽ അവനെ ആരും കണ്ടിട്ടില്ല. അലൻ കൂട്ടുകാർക്കൊപ്പം ട്രിപ്പ് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നാൽ കൂട്ടുകാർക്കരികിലേക്ക് എത്തിയിട്ടില്ല. ആരും അവനെ കണ്ടിട്ടില്ല. ഒരു തുമ്പും കിട്ടാതെ നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞതും വിനയ് കോൺസ്റ്റബിൾ ദാമോദറിനെയും മറ്റു 2 പേരെയും കൂട്ടിക്കൊണ്ട് സിറ്റിയിൽ നിന്നും ഇന്ന് കാണാതെ വന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അയൽപ്പക്കത്തെ 1-2 പേരൊഴികെ വേറെ ആരും അവിടെയില്ലായിരുന്നു. ഒരു നില വീട്, മുറ്റത്ത് പൂക്കളുടെ ചെറിയ അലങ്കാരം. വിനയ് ചുറ്റിലുമൊന്ന് വീക്ഷണം നടത്തി. പോലീസിനെ കാണെ അവിടെ കൂടി നിന്നവർ മുണ്ടു താഴ്ത്തിക്കൊണ്ട് അവിടേക്ക് വന്നു. കോൺസ്റ്റബിൾ ദാമോദരൻ വിവരങ്ങളൊക്കെയും അവരോട് ചോദിച്ച് മനസ്സിലാക്കി. വിനയ് അപ്പോഴും ചുറ്റിലും വീക്ഷണം നടത്തുകയായിരുന്നു. സർ, ആ പെൺകുട്ടി ഇന്നലെ വൈകുന്നേരം അമ്പലത്തിലേക്കെന്ന് പറഞ്ഞിറങ്ങിയതാണ്. തിരികെ എത്തേണ്ട സമയമായിട്ടും വരാത്തത് കാണേ ദേ അപ്പുറത്തെ ആ വീട്ടിലെ പ്രഭാകരനോട് കാര്യം പറഞ്ഞു. അയാൾ ആ കുട്ടിയെ അന്വേഷിച്ചു പോയെങ്കിലും ആ കുട്ടി അമ്പലത്തിൽ വന്നിട്ടില്ല എന്നാണ് അവിടെയുണ്ടായിരുന്ന ആളുകളും തിരുമേനിയും പറഞ്ഞത്. രാത്രി വരെയും അവൾ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. എന്നാൽ വരാതെ ആയപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. ആ കുട്ടിക്ക് ഇവിടെ ഇവർ മാത്രമാണോ കുടുംബമായിട്ടുള്ളത്? അതെ സർ, ആ കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാരൊക്കെ ചെന്നൈയിലാണ്. അമ്മയുടെ വീട്ടുകാരായിട്ട് ഈ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിയോ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ. ആകെ കൂടെ അവൾക്ക് കൂട്ടുള്ളത് 2 പേരോടാണ് സർ. ഒന്നെന്റെ മകൾ അഞ്ജന, പിന്നെയുള്ളത് അവളുടെ കൂടെ പഠിക്കുന്ന ശിവകാമി. ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചന്വേഷിച്ചിരുന്നു. ആ കുട്ടി കിടക്കുന്ന മുറിയൊന്ന് കാണണം. വിനയ് പറഞ്ഞതും പ്രഭാകരന്റെ ഭാര്യ അകത്തെ മുറി അവർക്ക് തുറന്നു കൊടുത്തു. വിനയ് മുറിക്കകത്തേക്ക് കയറി. ഒരു സിംഗിൾ ബെഡും അലമാരയും ഒരു സ്റ്റഡി ടേബിളുമുള്ള മീഡിയം വലുപ്പത്തിലുള്ള ഒരു മുറി. ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെയും എടുത്തുകൊണ്ട് മറിച്ചു നോക്കി വിനയ്. മറ്റുള്ളവർ ബാക്കിയുള്ള ഇടവും വല്ലതും കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ തിരഞ്ഞു. ഒരു നോട്ട്ബുക്ക് മറിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലെ ഒരു പേജിൽ വിനയിന്റെ കണ്ണുകൾ ഉടക്കി. പാപത്തിന്റെ കണക്ക് ചോദിക്കാൻ ഒരു നാൾ ഒരുവൻ വരികയാണെങ്കിൽ കണക്കുകൾ തിരയുന്നത് അവന്റെ ജീവൻ വെടിയുന്നതിലാവും. ആ വരികൾ മാത്രമായിരുന്നു ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. അവൻ അതും പിന്നെ വേറൊരു പുസ്തകവും കൂടെ അവിടെ നിന്നും എടുത്തു. തിരിച്ച് ഓഫീസിലേക്കുള്ള യാത്രയിൽ ആ വരികൾ തന്നെയായിരുന്നു വിനയുടെ മനസ്സിൽ. ആ വരികളും നമിത എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് അവന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ തന്നെ ആ നോട്ട്ബുക്കും അവിടെ നിന്നും എടുത്ത മറ്റൊരു ബുക്കും തുറന്നുവെച്ചു. 2ലെയും കൈയക്ഷരം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കവേ അവനിൽ സംശയങ്ങൾ മുളപൊട്ടി. അമ്പലത്തിൽ പോയ നമിത മിസ്സിംഗ്. അപ്പോൾ ഈ പുസ്തകം എങ്ങനെയാവും അവളുടെ വീട്ടിൽ? അവളുടെ കൈയക്ഷരമല്ല. സർ, ഓർത്തുകൊണ്ടിരിക്കെ ദാമോദരൻ അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്താ ദാമോദര? സർ, അലന്റെ ഫോൺ അവസാനമായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഓണായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവസാനമായിട്ട് അത് ഓണായത്. അവിടെ വെച്ച് തന്നെ 2 മിനിറ്റിന് ശേഷം അത് ഓഫാവുകയും ചെയ്തു. ആ 2 മിനിറ്റിനുള്ളിൽ ആർക്കെങ്കിലും കോള് പോയിട്ടുണ്ടോ? ഇല്ല സർ, പക്ഷേ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഈ വിവരം അറിയിച്ചത് അവന്റെ ഒരു കൂട്ടുകാരനാണ്. സ്റ്റാറ്റസ് ഇട്ടത് കാണേ അവന്റെ നമ്പറിലേക്ക് അവൻ വിളിച്ചെങ്കിലും അത് അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു.
എന്തായിരുന്നു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞോ? അത് ഞാൻ സാറിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ദാമോദരൻ പറഞ്ഞു നിർത്തി. വിനയ് ഉടൻ തന്നെ അവന്റെ ഫോൺ എടുത്ത് നോക്കി. ദാമോദരൻ അയച്ച സ്ക്രീൻഷോട്ട് വായിക്കവേ വിനയുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മാറി വന്നു. സാറിന് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവൻ ചിലപ്പോൾ ആരും അറിയാതെ മരിക്കുവാനോ മറ്റോ പോയതാവും, ദാമോദരൻ പറഞ്ഞു. ഒരിക്കലുമല്ല ദാമോദർ, ഇത് ഒരു പ്ലാൻഡ് കിഡ്നാപ്പാണ്. നമിതയുടെയും അലന്റെയും മിസ്സിങ്ങിന് പിന്നിൽ ഒരാൾ തന്നെയാണ്. ഇതെനിക്ക് ഇന്ന് നമിതയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയ പുസ്തകമാണ്. ഇതിലും ഇതേ വാക്യങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ദാമോദരന് മുന്നിലേക്ക് ആ പുസ്തകം നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു വിനയ്. അത് കാണെ അയാളിലും അതേ കാര്യം തന്നെയായിരുന്നു. ഇനി നമുക്ക് അർജുന്റെ വീട്ടിലൊന്നുകൂടെ പോണം. നമ്മൾ മിസ് ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ മറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഹിഡൻ തെളിവ് അവിടെ നിന്ന് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറയാം, ദാമോദരൻ പറഞ്ഞുകൊണ്ട് സല്യൂട്ട് അടിച്ച് അവിടെ നിന്ന് പോയി. വിനയ് അപ്പോഴും ആ വരികളിൽ കൂടെ കണ്ണോടിച്ചു. അർജുന്റെ വീടിന് മുന്നിലായിട്ട് പോലീസ് ജീപ്പ് വന്നു നിന്നു. പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടതുകൊണ്ട് അകത്തു നിന്നും രണ്ടുപേർ പുറത്തേക്ക് വന്നു. അർജുന്റെ അച്ഛനും വലിയച്ഛനുമായിരുന്നു അത്. വിനയ് ദാമോദറിനൊപ്പം അകത്തേക്ക് നടന്നു. സർ, എന്റെ മോനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആ അച്ഛന്റെ കണ്ണുകളിൽ മകനെ കാണാത്തതുകൊണ്ടുള്ള സങ്കടം നിറഞ്ഞിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അന്ന് രാത്രിയിൽ അർജുൻ കിടന്നിരുന്ന മുറിയൊന്നുകൂടി കാണണം. വിനയ് അത് പറയവേ അവരെ അകത്തേക്ക് വിളിച്ചു. വിനയ് ഒന്നുകൂടി മുറി മുഴുവനും പരിശോധിച്ചു. എവിടെ നിന്നും ഒരു തെളിവും അവന് കിട്ടിയില്ല. ദാമോദരനും ഓരോ ഇടവും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ്. വിനയ് വെറുതെ മുകളിലേക്ക് നോക്കിയതും അവിടെ എയർ ഹോളിൽ എന്തോ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. ദാമോദരനോട് ഉയരമുള്ള വല്ലതും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ദാമോദരൻ അവിടെയുള്ളവരോട് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് സ്റ്റെയർ കൊണ്ടുവന്ന് അതിൽ കയറിക്കൊണ്ട് അവിടെ കുടുങ്ങി നിന്ന ചെറിയ പീസ് പേപ്പർ എടുത്തു. അത് നിവർത്തി നോക്കിയ ദാമോദരൻ ഞെട്ടലായിരുന്നു. അവനത് വിനയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ആ പേപ്പറിൽ എഴുതിയത് വായിച്ചു നോക്കി. നമിതയുടെ പുസ്തകത്തിൽ നിന്നും അലന്റെ സ്റ്റാറ്റസിൽ കണ്ടതുമായ അതേ വാക്യം തന്നെയായിരുന്നു അത്. സർ, അപ്പോൾ ഇവർ 3 പേരെയും കൊണ്ടുപോയിരിക്കുന്നത് ഒരേ ആൾ തന്നെയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം എന്താവും? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഈ മുറിയിൽ നിന്നും അർജുനെ കടത്തിക്കൊണ്ടുപോയത് എങ്ങനെയാവും? എന്തായാലും നാളെ ഓഫീസിലേക്ക് ഇവരെയും അലന്റെ വീട്ടുകാരെയും വിളിപ്പിക്കണം. അതുപോലെ നമിതയുടെ പാരന്റ്സിന്റെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ദാമോദറിനൊപ്പം പുറത്തേക്കിറങ്ങി. ടേബിളിലുള്ള ഫയൽ വീണ്ടും വീണ്ടും മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു വിനയ്. അർജുൻ, അലൻ, നമിത, ഈ 3 പേരുകൾ ഉള്ളിൽ തെളിഞ്ഞു. സർ, നമിതയുടെ പേരൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിനയ് ചോദിച്ചപ്പോൾ ദാമോദരൻ പറഞ്ഞു തുടങ്ങി. നമിതയുടെ പാരൻസ് അധികവും വിദേശത്ത് തന്നെയാണ്. നാട്ടിൽ എപ്പോഴെങ്കിലും വന്നാൽ മാത്രം. നമിത ഒരു മകൾ മാത്രമാണ് അവർക്കുള്ളത്. നമിതയുടെ അച്ഛൻ ജിജേഷ് അവിടെ ബിസിനസ്സാണ്. അമ്മ മോഹിനി അവിടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 8ാം ക്ലാസ് വരെയും അവിടെ തന്നെയായിരുന്നു നമിത. അയൽപ്പക്കത്ത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇരുവരും നാട്ടിലേക്ക് വരവൊക്കെ കുറവാണ് എന്നാണ്. നമിതയെ കാണാതായത് അറിയിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് അവൾ 2 ദിവസം കഴിഞ്ഞാൽ തിരികെ വന്നോളുമെന്നാണത്രേ. സ്വന്തം മകളെക്കാളൊക്കെ പണമാണ് വലുത്. അവിടെയുള്ളവരിൽ നിന്ന് അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പണം തന്നെയാണ് വലുത്. അലന്റെ ഫോൺ പിന്നെ എപ്പോഴെങ്കിലും ഓൺ ആവുകയോ മറ്റോ ചെയ്തോ? ഇല്ല സർ, ഇതുവരെയും പിന്നെ ആ ഫോൺ ഓൺ ആയിട്ടില്ല. ദാമോദർ, നാളെ മറ്റു 2 പേരുടെയും പാരൻസിനെ വിളിച്ചിട്ടില്ലേ? അതെ സർ, നാളെ രാവിലെ 10 മണിക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ കാണാം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കണം. ശരി സർ. ദാമോദർ സല്യൂട്ട് അടിച്ചുപോയി. തലയിൽ തൊപ്പി ശരിയാക്കിക്കൊണ്ട് ഫോണും എടുത്തുകൊണ്ട് വിനയ് പുറത്തേക്ക് പോയി. ഡ്രൈവർ വിനയ് കണ്ടപ്പോൾ വേഗം വണ്ടിയെടുത്തു. വിനയ് ജീപ്പിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും വണ്ടി നീങ്ങി. വിനയ് കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നതും മുന്നിലേക്ക് നോക്കിയ അവന്റെ മുഖം ഇരുണ്ടു. നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ ഇവിടേക്ക് വരരുതെന്ന്? വിനയ് അകത്തേക്ക് കയറിക്കൊണ്ട് അവളെ നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. നീക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. ഞാൻ വന്നാലും പോയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. വിനയ് പിന്നെ മുകളിലേക്കും പോയി. അവൻ മോളെ വഴക്കു പറഞ്ഞു. അടുക്കളയിലേക്ക് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്ന മായയെ കണ്ടപ്പോൾ ശോഭന ചോദിച്ചു. അങ്ങേരെ ഞാൻ എന്നെ ആ പട്ടിക്കാട് പോലുള്ള ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ചോദിക്കുന്നത് കേട്ടില്ലേ? ഞാൻ വന്നതുകൊണ്ട് അങ്ങേർക്കെന്താ പ്രശ്നം? മോളത് കാര്യാക്കണ്ടെന്നേ.
മോളുടെ നല്ലതിനു വേണ്ടിയല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പട്ടിക്കാട് പോലെയുള്ള ആ ഹോസ്റ്റലും വിമൻസ് കോളേജും മാത്രമാണോ അമ്മയുടെ മോൻ കണ്ടുള്ളൂ? എറണാകുളത്ത് എത്ര നല്ല കോളേജുകളുണ്ട്. അതോ പോട്ടെ, കോഴിക്കോടെങ്കിലും. ഇതൊന്നും പോരാഞ്ഞ് കണ്ണൂരിൽ കൊണ്ടുപോയി ഇട്ടേക്കുന്നു. ആ മതി മതി, ഇനിയും ഇത് തന്നെ പറഞ്ഞു നിന്നാൽ നിന്റെ കടുവ ഇറങ്ങി വരുമ്പോ കേൾക്കും. പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് മോൾ അവനുള്ള കോഫി ഉണ്ടാക്കാൻ നോക്ക്. ഒന്ന് മൂളിക്കൊണ്ട് മായ കോഫി ഉണ്ടാക്കി. ശോഭനയെ നോക്കി കണ്ണുറുക്കി കാട്ടി. മുകളിലുള്ള വിനയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കടുവയെ കണ്ടില്ല. ബാത്റൂമിൽ നിന്നും വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങേര് നീരാടുകയാണപ്പോൾ. കോഫി കപ്പ് അവിടെയുള്ള ടേബിളിന്റെ മുകളിലായിട്ട് വെച്ചുകൊണ്ടവൾ ബെഡിലിരിക്കുന്ന അവന്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് മിററിൽ മുന്നിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത മീശ പിരിക്കുന്നത് പോലെയാക്കി നോക്കി. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന വിനയ് കണ്ടത് ഇതും. ഡി ഒരലർച്ച തന്നെയായിരുന്നു അത്. അയ്യോ കടുവ, എന്തു ഹോട്ടാ! അവന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ മായ അവന്റെ രോമങ്ങൾ ഒന്നുപോലുമില്ലാത്ത വെളുത്ത വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന നെഞ്ചു കാണെ അറിയാതെ തന്നെ പറഞ്ഞുപോയി. വിനയ് അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തല തുവർത്തിക്കൊണ്ടിരുന്ന മുണ്ടെടുത്ത് തോളിൽ കൂടി ഇട്ടു. നീ എന്താ ഇവിടെ? സ്വരത്തിൽ അല്പം പോലും മയമില്ലായിരുന്നു. ഞാൻ കോഫി കൊണ്ടുവന്നതാ. കോഫി കപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതവിടെ വെച്ചില്ലേ, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോടി. വിനയ് ദേഷ്യപ്പെട്ടതും അവൾ തലയിലുണ്ടായിരുന്ന തൊപ്പി അവിടെ ഇട്ടുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. അവൾ മുറിക്ക് പുറത്തെത്തിയപ്പോൾ തന്നെ വാതിൽ അവൾക്ക് പിന്നിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. ഇങ്ങനെയുണ്ടോ ഒരു കടുവ? ആ വാതിൽ പൊളിഞ്ഞാൽ ഇങ്ങനെന്തോന്നു ചെയ്യും? മായ പെറുപിറുത്തുകൊണ്ട് താഴേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൈലിമുണ്ടും ടീഷർട്ടും ധരിച്ചുകൊണ്ട് വിനയ് താഴേക്കിറങ്ങി വന്നു. ശോഭയും മായയും എല്ലാം എടുത്തു വെച്ചു. അവരും അവനൊപ്പം കഴിക്കാനിരുന്നു. ശോഭയോട് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മായ എന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാത്തതുപോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. മായയ്ക്ക് കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൾ പ്ലേറ്റും എടുത്തെഴുന്നേറ്റു. ശോഭന കുറച്ചു കഴിച്ചതിനെക്കുറിച്ച് അവളോട് ചോദിച്ചെങ്കിലും മായ നോക്കിയില്ല. അവൾ അടുക്കളയിലേക്ക് പോയതും ശോഭന തന്റെ മകന്റെ നേരെ തിരിഞ്ഞു. മായ, അവൾ നിന്റെ ഭാര്യയാണ്. അത് നീ മറക്കരുത്. അവളെ അവഗണിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അവൾ എങ്ങനെയാണ് എന്റെ ഭാര്യ ആയത് എന്നുകൂടി അമ്മ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. എടാ, അത് പിന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നില്ലേ? അവൾക്കിഷ്ടം നിന്നോടായിരുന്നില്ലേ? അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ വിവാഹാലോചന വന്നപ്പോൾ തന്നെ അവൾക്ക് പറയാമായിരുന്നല്ലോ. വിവാഹത്തലേന്ന് വെയിൻ കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു. അമ്മാവൻ ഇന്നലെ പോലും എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചാ പോയത്. കാരണം അവരുടെ കണ്ണിൽ ഞാനും തെറ്റുകാരനാണല്ലോ. ഇത്രയും ചെയ്തു വെച്ചവളെ ഞാൻ എന്നാ അമ്മാവൻ ക്ഷമിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടെ അവളെ എന്നെ ഏൽപ്പിക്കുന്നു, അന്ന് മാത്രമേ മായ എന്റെ ഭാര്യയാവൂ. അത്രയും പറഞ്ഞ് കഴിക്കുന്നത് തുടർന്നു അവൻ. എന്നാൽ അവന്റെ വാക്കുകൾ കേട്ട് ഒരു ചുമരിനപ്പുറം ഒരുവൾ നെഞ്ചു വിങ്ങി കരയുകയായിരുന്നു. സ്വന്തം അച്ഛനോട് അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. പിറ്റേ ദിവസം രാവിലെ തന്നെ വിനയ് ഡ്യൂട്ടിക്ക് പോയി. തലേ ദിവസം ഏറെയിരുന്ന് കരഞ്ഞതുകൊണ്ട് തന്നെ മായ എഴുന്നേൽക്കാൻ വൈകിയിരുന്നു. അവളുടെ മുഖം കാണെ ശോഭയ്ക്ക് വല്ലായ്മ തോന്നി. മോളെ മായേ, ഇനി എപ്പോഴാ സത്യങ്ങളെല്ലാം അറിയുക? നമ്മൾ പറഞ്ഞാൽ അവനൊന്നും വിശ്വസിക്കില്ല. അവൻ വലിയൊരു പോലീസ് ഓഫീസർ അല്ലയോ? തെളിവുകൾ വേണമല്ലോ. സാരമില്ലമ്മേ, സത്യം ഒരു നാൾ എന്തായാലും പുറത്തേക്ക് വരും. അപ്പോൾ അറിയും എല്ലാവരും. അതുവരെയും കാത്തിരുന്നോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും എടുത്തു പോകുന്നവളെ വാത്സല്യപൂർവ്വം നോക്കി നിന്നു ശോഭന. അതേസമയം പോലീസ് സ്റ്റേഷനിൽ 4 ചെയറുകളിലായി ഇരിക്കുകയായിരുന്നു അലന്റെയും അർജുന്റെയും പാരന്റ്സ്. വിനയ് 4 പേരെയും ഒന്ന് നോക്കി. നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ തമ്മിൽ കോളനിയിലെ താമസക്കാരെന്നല്ലാതെ വേറെ വല്ല പരിചയമുണ്ടോ? സുഹൃത്ത് ബന്ധമോ രക്തബന്ധമോ അങ്ങനെ എന്തെങ്കിലും? ഞാനും രാഘവനും ഒന്നിച്ചു പഠിച്ചവരാണ്. അലന്റെ പപ്പ ജോർജ് ആയിരുന്നു പറഞ്ഞത്. അലനെ കാണാതാവുന്നതിന് മുന്നേയുള്ള അവന്റെ പെരുമാറ്റത്തിൽ വല്ല അസ്വാഭാവികതയും തോന്നിയിരുന്നു? ഇല്ല സർ, അവൻ എപ്പോഴത്തെയും പോലെ തന്നെയായിരുന്നു. ഫ്രണ്ട്സിന്റെ ഒപ്പം പോണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിക്കൊണ്ട് ഇറങ്ങിയതാണ് എന്റെ മോൻ. പിന്നെ അവന്റെ കൂട്ടുകാർ വിളിച്ചാണ് അവനെ കണ്ടില്ലെന്ന് പറയുന്നത്. ജോർജ് പറഞ്ഞു നിർത്തി. അയാളുടെ വാക്കുകളിലെ സ്വന്തം മകനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം നിറഞ്ഞു നിന്നു. അർജുൻ എപ്പോഴും എത്ര മണിക്കാണ് കിടക്കാറ്? അവൻ 10 മണിയൊക്കെ ആവുമ്പോഴേക്കും ഉറങ്ങാറുണ്ട് സർ. അന്നും പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവൻ കിടക്കാൻ പോയതാണ്. രാവിലെ ആദ്യം ഉണർന്നത് ആരായിരുന്നു? ഞാനാണ് സർ. മുൻവാതിൽ അടക്കാതിരുന്നത് കൊണ്ട് ഏട്ടനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആരെയും കണ്ടില്ല.
അർജുൻ അങ്ങനെ അതിരാവിലെ ഉണരുന്ന സ്വഭാവമൊന്നുമില്ല. അവന്റെ മുറിയിൽ ചെന്നപ്പോഴാണ് അവൻ അവിടെ ഇല്ലെന്ന് മനസ്സിലായത്. പുറത്തൊക്കെ ഇറങ്ങി നോക്കിയെങ്കിലും അവനെ അവിടെയൊന്നും കണ്ടില്ല. അർജുന്റെ അമ്മ ശാലിനി പറഞ്ഞു. അലന്റെയും അർജുന്റെയും മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? വിനയ് 4 പേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ സംശയം തോന്നാൻ മാത്രം ആരുമില്ല സർ. ഇരുവരുടെയും അച്ഛന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ നിങ്ങൾ പോയിക്കോളൂ. ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. അപ്പോ വരണം. 4 പേരെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു വിനയ്. അതിന് സമ്മതം അറിയിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. സർ, നമുക്ക് കിട്ടിയ എഴുത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അവരോട് പറയാഞ്ഞത്? അതവർ അറിയേണ്ട സമയമായിട്ടില്ല. അതുപോലെ മീഡിയാസിനോടും ഇക്കാര്യം പറയരുത്. ആ എഴുത്ത് മാത്രമാണ് നമുക്ക് കിട്ടിയ പിടിവള്ളി. അലന്റെ കൂട്ടുകാരനോട് ഇതേക്കുറിച്ച് താൻ പറഞ്ഞതല്ലേ? അതെ സർ. നമുക്ക് അലന്റെ വീട്ടിൽ ഒന്നുകൂടെ പോണം. 2 ദിവസം കഴിയട്ടെ. പിന്നെ ദാമോദർ, അലന്റെ പപ്പ ജോർജും അർജുന്റെ അച്ഛൻ രാഘവനും പഠിച്ച കോളേജിലൊന്ന് പോണം. അവർക്കൊപ്പം പഠിച്ചവരുടെ ലിസ്റ്റ് എടുക്കണം. അതിൽ അവരുടെയൊക്കെ അഡ്രസ്സ് വേണം. ഓക്കെ സർ. ദാമോദർ സല്യൂട്ട് അടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. വിനയ് ഉള്ളിലുതിർന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം തേടി അങ്ങനെയിരുന്നു. രാത്രിയിൽ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഡോർ തുറക്കുന്നത് കാത്തുനിന്നു വിനയ്. ഡോർ തുറന്ന് മുന്നിൽ വന്നു നിന്ന വേണിയെ കാണേ അവൻ അവിടെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. നീ എപ്പോ വന്നു? ഞാൻ വൈകിട്ട് വന്നതാ. നാളെ ഞായറാഴ്ച കൊണ്ട് അവധിയാണല്ലോ. നീ മായയെ കാണാൻ വേണ്ടി വന്നതാകും അല്ലേ? അയ്യോ അല്ല വിനയേട്ടാ, ഞാൻ അമ്മായിയെയും വിനയേട്ടനെയും കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അവളിവിടെ ഉണ്ടെന്നറിഞ്ഞത്. ഞാൻ പോയി ഫ്രഷായി വരാം. വിനയ് മുകളിലേക്ക് കയറി. മായ വിനയ് വന്നതറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി ചായ ഉണ്ടാക്കുകയായിരുന്നു. വേണി അടുക്കളയിൽ വന്നപ്പോൾ കണ്ടത് വിനയിന് വേണ്ടിയുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന മായയായിരുന്നു. അവിടെ ശോഭനയില്ലെന്ന് കാണി അവൾ വേഗം ചായ ഒഴിച്ച ഗ്ലാസ് എടുത്തു. വേണി, അതിങ്ങതാ, വിനയേട്ടന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിനക്ക് വേണേ ഞാൻ വേറെ ഇട്ട് തരാം. ഓ, ഇതെനിക്ക് വേണ്ടിയല്ല, വിനയേട്ടന് ഞാൻ കൊണ്ടേ കൊടുത്തോളാം. എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ അവിടേക്ക് വലിഞ്ഞു കയറി വരാതിരുന്നാ മതി. വേണി, വിനയൻ എന്റെ ഭർത്താവാണ്. ആ മുറിയിൽ എപ്പോ കയറണം വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ അതിൽ അഭിപ്രായം പറയാൻ വരണ്ട. അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു മായ. ഓ പിന്നെ, നിന്റെ കൂടി മുറിയായിരുന്നിട്ടാണോ നിന്റെ വേറെ മുറിയിൽ കിടത്തുന്നേ? നിന്നെ കാണുന്നത് തന്നെ ഏട്ടന് ദേഷ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിന്നെ കണ്ണൂരുള്ള കോളേജിൽ കൊണ്ടുപോയി ചേർത്തത് തന്നെ. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചായയും എടുത്തുകൊണ്ട് വേണി അടുക്കളയിൽ നിന്നും മുകളിലേക്ക് നടന്നു. വേണിയിൽ നിന്ന് കേട്ടതൊക്കെയും ആഴത്തിൽ തന്നെ മായയുടെ ഉള്ളിൽ മുറിവേറ്റു. കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് കുതിർക്കാൻ നിന്നെങ്കിലും അവൾ വാശി പോലെ മിഴികൾ ഇറുകെ ചിമ്മിക്കൊണ്ട് അവയെ തടഞ്ഞു. വേണി ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. വിനയ് എന്തോ കേസ് ഫയൽ മറിച്ചുകൊണ്ട് സെറ്റിയിൽ ഇരിക്കുകയായിരുന്നു. വിനയേട്ടാ, ദാ ചായ. വേണി അവന് നേരെ ചായ ഗ്ലാസ് നീട്ടി. അവിടെ വെച്ചേക്ക് വേണി, ചൂടാറിയ ഞാൻ കുടിച്ചോളാം. വേണി ഒന്ന് മൂളിക്കൊണ്ട് ഗ്ലാസ് അവിടെ വെച്ചു. പിന്നെ സെറ്റിയിൽ വിനയ്ക്ക് അരികിൽ പോയിരുന്നു. അവൾ അടുത്ത് വന്നിരുന്നതറിഞ്ഞപ്പോൾ തന്നെ വിനയ് കേസ് ഫയൽ പൂട്ടിവെച്ചു. അമ്മാവനും അമ്മായിയൊക്കെ എന്തു പറയുന്നു വേണി? ഓ, എന്തു പറയാനേട്ടാ, എന്റെ ചേച്ചി എന്ന് പറയുന്നവൾ ചെയ്തു വെച്ചതിനൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നത് അച്ഛനും ഞാനും അമ്മയുമാണ്. 3 മാസം കഴിഞ്ഞിട്ടും ആരും ഇതുവരെയും ഒന്നും മറന്നിട്ടില്ല. എനിക്ക് വന്ന ഒരാലോചനയും ഇത് കാരണം മുടങ്ങി. ചേച്ചിയെ പോലെ തന്നെ ആവും അനിയത്തിയും എന്നാണ് പറയുന്നത്. ഇത്തിരി സങ്കടം നടിച്ചുകൊണ്ട് വേണി പറഞ്ഞു. അതൊക്കെ കേൾക്കെ വിനയ്ക്ക് വല്ലായ്മ തോന്നി. അതുപോലെ തന്നെ മായയോട് ദേഷ്യം കൂടുകയും ചെയ്തു. വേണി പുറമേ സങ്കടം നടിച്ചുകൊണ്ട് ഉള്ളിൽ ഊറിച്ചിരിച്ചു. വേണി, എനിക്കറിയില്ലായിരുന്നു മായയ്ക്കെന്നോട് പ്രണയമുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? വിനയ് പറഞ്ഞു നിർത്തി. നടക്കാനുള്ളത് നടന്നു എന്ന് വെച്ചിട്ട് ഏട്ടന് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 1 മാസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ വേർപിരിയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഏയ്, അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സൊന്നും കിട്ടില്ല മോളെ. അതിനൊക്കെ കുറേ സമയമെടുക്കും. പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും കൂടെ കൂട്ടണം എന്നല്ലേ ഉള്ളൂ. അതെന്തായാലും നടന്നു. ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. അവളോട് എന്തെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. അതിന് വെറുതെ എന്നതുപോലെ മൂളുക മാത്രം ചെയ്തു വേണി. അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തു വെക്കാനും മറ്റും ശോഭനയ്ക്കൊപ്പം തന്നെ മായയും ഉണ്ടായിരുന്നു. വിനയെ വിളിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേണി മുകളിലേക്ക് തന്നെ പോയി. മായയുടെ മുഖത്തെ ദുഃഖത്തിന്റെ കാരണം വിനയിന്റെ അവഗണനയാണെന്ന് ഓർത്തുകൊണ്ട് ശോഭന അവളോടൊന്നും ചോദിച്ചില്ല. ഭക്ഷണം കഴിഞ്ഞ് എഴുതാനുള്ളത് എടുത്തെഴുതി തീർത്തതിന് ശേഷമാണ്
മായ കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയത്. എന്നാൽ അവൾക്ക് മുന്നേ വേണി വേഗം തന്നെ മായയുടെ മുറിയിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ടു. മായ വാതിലിൽ മുട്ടി നോക്കിയെങ്കിലും അവൾ തുറന്നില്ല. അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അമ്മയും വാതിലടച്ചു കിടന്നിരുന്നു. വാതിലിൽ തട്ടി വിളിക്കാൻ തോന്നിയില്ല. അമ്മ മരുന്നൊക്കെ കഴിച്ചു കിടക്കുന്നതാണ്. ആകെയുള്ളത് 3 മുറികളാണ്. താഴെയുള്ള മുറിയിൽ അമ്മ കിടക്കും. പിന്നെയുള്ള 2 മുറികളും മുകളിലാണ്. ഒന്ന് വിനയേട്ടൻ്റെതാണ്, മറ്റേത് താൻ കിടക്കുന്ന മുറി. ഇനിയിപ്പോ ഏട്ടൻ്റെ മുറിയിലേക്ക് തന്നെ പോവേണ്ടി വരും. പക്ഷേ എന്നെ അവിടെ കിടത്തുമോ? ഒരിക്കലും എനിക്ക് അവിടെ സ്ഥാനമില്ലെന്ന് വിവാഹ ദിവസം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വേറെ എവിടെയും കിടക്കാൻ പറ്റില്ലല്ലോ. ഓരോന്നോർത്തുകൊണ്ട് മായ വീണ്ടും മുകളിലേക്കുള്ള പടികൾ കയറി. മായ വാതിലിലൊന്ന് മുട്ടി. വിനയ് വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന മായയെ കാണേ അവനിൽ തെളിഞ്ഞത് വേണി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്താ? സ്വരത്തിൽ ഒട്ടും തന്നെ മയമില്ലായിരുന്നു. അത് ഞാനിവിടെ കിടന്നോട്ടെ. എൻ്റെ മുറിയിൽ വേണി കിടന്നു. അതിനെന്താ? നിനക്ക് അവക്കൊപ്പം കിടന്നാ? ഓരോ കാരണം കൊണ്ട് ഇറങ്ങിയതാണോ എൻ്റെ മുറിയിൽ കയറാൻ? എങ്കിലേ അത് നടക്കാൻ പോണില്ല. നിന്റെ സ്വാർത്ഥത കാരണം ഇപ്പോൾ അനുഭവിക്കുന്നത് നിന്റെ അനിയത്തിയാണ്. അവൾക്ക് വരുന്ന വിവാഹാലോചനയൊക്കെയും നീ കാരണമാണ് മുടങ്ങുന്നത്. നിന്നെ മുന്നിൽ കാണുന്തോറും നിന്നോടുള്ള വെറുപ്പ് കൂടുകയാണ്, അല്ലാതെ കുറയുകയല്ല. പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു. വേണി നിന്റെ സഹോദരിയാണ്. വേണമെങ്കിൽ അവക്കൊപ്പം പോയി കിടക്കാൻ നോക്ക്. അല്ലാതെ ഇവിടെ എൻ്റെ ഒപ്പം കിടക്കാമെന്ന് വ്യാമോഹിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ വലിച്ചടച്ചു. അപ്പോൾ അവൻ അറിഞ്ഞില്ല ഒരുവൾ ഹൃദയം തകർന്നുകൊണ്ട് കരയുന്നത്. നിറഞ്ഞു വന്ന മിഴികളെ തുടച്ചു മാറ്റാൻ പോലും കഴിഞ്ഞില്ല മായയ്ക്ക്. അത്രയും വെറുക്കാൻ മാത്രം ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? വിനയേട്ടനെ പ്രണയിച്ചതോ? ഇടറുന്ന കാലടികളോടുകൂടെ മുകളിലെ ഹാളിലുള്ള കുഞ്ഞു സോഫയിൽ പോയിരുന്നു അവൾ. അതിൽ ചാരി ഇരുമിഴികളും അടച്ചു കിടന്നു. മിഴിനീർ തുള്ളികൾ കവിളുകളെ ചുംബിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങി. ഓർമ്മകൾ പിറകിലേക്ക് സഞ്ചരിച്ചു. അതവളുടെ ബാല്യത്തിലെത്തി നിന്നു. ഒരു ചിത്രശലഭം പോലെ പാറി നടന്ന ഏറ്റവും സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച കുട്ടിക്കാലത്തിൽ. അച്ഛന് പണ്ടുമുതൽ തന്നോടുള്ള സമീപനത്തിൽ നിന്നും മനസ്സിലായ ഒന്നാണ്. അച്ഛന് എന്നേക്കാളും ഇഷ്ടം എൻ്റെ അനിയത്തിയോടും അനിയനോടുമാണെന്ന്. അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാനും അച്ഛന് ഒരു മടിയുമില്ലായിരുന്നു. എന്നാൽ താൻ വല്ലതും ചോദിച്ചാൽ മാത്രമായിരുന്നു അച്ഛൻ ഒരു പരിക്കൻ സ്വഭാവം കാണിക്കുക. അമ്മയോട് ഇതേക്കുറിച്ച് പരാതി പറയലായിരുന്നു അധികവും. എല്ലാം കേട്ടു നിൽക്കുമെന്നല്ലാതെ മറുത്തൊന്നും പറയാറില്ല. അതെന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഉത്തരം അമ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞില്ല. +2 എക്സാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ടി വിവാഹാലോചന അച്ഛൻ നോക്കി തുടങ്ങിയ വിവരം ഞാൻ അറിയുന്നത്. എൻ്റെ തുടർ പഠനം, പണ്ട് മുതലുള്ള ജേർണലിസം എന്ന ആഗ്രഹം, ഇതൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവൻ മുന്നിൽ തലകുനിക്കാനാവുമായിരുന്നില്ല. എല്ലാത്തിനുമുപരി 7ാം ക്ലാസ് മുതൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വിനയേട്ടനെ മറക്കാനും. അച്ഛനോടിപ്പോൾ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ രൂക്ഷമായി നോക്കുക മാത്രമാണ് ചെയ്തത്. അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ മൗനമായിട്ട് നിന്നു. അച്ഛനെ എതിർത്തുകൊണ്ട് തീരുമാനം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കില്ലായിരുന്നുവെന്ന് അറിയാൻ വൈകിപ്പോയി. അവസാനം അപ്പച്ചിയോടും വിനയേട്ടനോടും പറഞ്ഞു, എനിക്ക് പഠിക്കണമെന്ന്, ഡിഗ്രിയെങ്കിലും പൂർത്തിയാക്കാൻ സമ്മതിക്കണമെന്ന്. അങ്ങനെയാണ് അച്ഛൻ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറിയത്. ഡിഗ്രി അവസാന എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് തന്നെ ഒരു കൂട്ടർ കാണാൻ വന്ന കാര്യം താൻ അറിയുന്നത് പോലും. അവർക്ക് മുന്നിൽ പോവില്ലെന്ന ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴാണ് അമ്മയുടെ കൈ ആദ്യമായി തൻ്റെ നേർക്കുയർന്നത്. അതുവരെയും ഒന്ന് നുള്ളി പോലും നോവിക്കാത്ത അമ്മയുടെ പ്രതികരണം ഉള്ളിൽ വേദന നിറച്ചു. അമ്മ തന്ന ഗ്ലാസ് നിറച്ചു വെച്ച ട്രേ കൈകളിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാലുകൾ ഇടറി വീഴുമോ എന്ന് പോലും ഞാൻ ഭയന്നു. 35 വയസ്സ് പ്രായമുള്ള ചെക്കനെയായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയത്. ഏതോ ഗവൺമെന്റ് ഓഫീസിലാണ് ജോലിയെന്ന് കൂടെ വന്ന ബ്രോക്കർ പറയുന്നത് കേട്ടു. ചെക്കനും പെണ്ണിനും വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവട്ടെ എന്ന് ബ്രോക്കർ പറഞ്ഞെങ്കിലും അതിനെ എതിർത്തുകൊണ്ട് അച്ഛൻ്റെ സ്വരമുയർന്നിരുന്നു. അവൾക്കൊന്നും സംസാരിക്കാനില്ല, ഞങ്ങൾ പറയുന്നതാണ് അവളുടെ തീരുമാനമെന്ന്. അപ്പോൾ അച്ഛനെന്ന ആ വ്യക്തിയോട് പുച്ഛമായിരുന്നു തോന്നിയത്. അവർ പോയപ്പോൾ തന്നെ അച്ഛനെ നേരെ ഞാൻ ശബ്ദമുയർത്തിയിരുന്നു. എന്നോട് ഒരു വാക്കും പറയാതെ അച്ഛനെന്തിനാ എനിക്ക് വിവാഹം ആലോചിച്ചത്? എൻ്റെ ഡിഗ്രി എക്സാം ഇന്ന് അവസാനിച്ചിട്ടേ ഉള്ളൂ. അതും പോട്ടെ, ഇത്രയും പ്രായമുള്ള ഒരാളെയാണോ അച്ഛന് കിട്ടിയുള്ളൂ? എനിക്ക് സമ്മതമല്ല ഈ വിവാഹത്തിന്. എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ. വേറെ ആരുമല്ല, അപ്പച്ചിയുടെ മകൻ വിനയേട്ടനാണ് ഞാൻ സ്നേഹിക്കുന്ന ആൾ. നീ എന്നേക്കാൾ വളർന്നെന്ന് തോന്നിയോ? ആരെ കണ്ടിട്ടാടി എൻ്റെ നേർക്ക് ശബ്ദം ഉയർത്തുന്നത്? നിന്റെ വിവാഹം ഞാൻ തീരുമാനിക്കും, അതുപോലെ തന്നെ നടക്കും. വിനയനോടുള്ള നിന്റെ പ്രണയം നീ മറന്നേക്ക്. വിനയൻ വേണിക്കുള്ളതാണ്. അച്ഛൻ്റെ അന്നുവരെയും കാണാത്ത മറ്റൊരു ഭാവമായിരുന്നു അന്ന് ഞാൻ കണ്ടത്.
വിനയേട്ടനെ മറക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ്. കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അരയിലെ ബെൽറ്റ് ഊരിക്കൊണ്ട് അതെന്റെ നേർക്ക് വീശിയിരുന്നു. ബെൽറ്റ് പല പ്രാവശ്യം ശരീരത്തിൽ കൊണ്ട് വേദനിച്ചു. ഇടയ്ക്ക് അമ്മ മുന്നിൽ കയറി നിന്നുകൊണ്ട് അച്ഛനോട് ഇനിയും തല്ലല്ലേ, എന്റെ മോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തിയത്. ശ്യാമേ, നിന്റെ മകളോട് പറഞ്ഞേക്ക് വിനയനെ മറക്കാൻ. അല്ലാതെ നീ പണ്ട് ചെയ്തതുപോലെ നിന്റെ മകളെയും നീ ഉപദേശിക്കാൻ നിൽക്കണ്ട. കാരണം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, വിനയൻ എന്റെ മകൾ വേണിക്കുള്ളതാണ്, അല്ലാതെ കണ്ടവന്മാർക്ക് പിഴച്ചുണ്ടായ നിനക്കുള്ളതല്ല. അച്ഛന്റെ വാക്കുകൾ ചെവിയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ഞാൻ അച്ഛന്റെ മകളല്ല എന്ന സത്യം കൂടെ അറിയുകയായിരുന്നു ഞാൻ. പിന്നീട് നടന്നതുകൂടെ ഓർത്തവൾ. അപ്പോഴും എഴുന്നീർത്തുള്ളികൾ ഉറവ പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഉറക്കം അവളെയും തേടിയെത്തിയിരുന്നു. രാവിലെ ജോഗിങ്ങിന് പോവാൻ വേണ്ടി റെഡിയായിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മായയെ അവൻ കാണുന്നത്. അവന്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ അതും അവളുടെ അഭിനയമാണെന്ന് കരുതിയ അവൻ അവളെ നോക്കി മുന്നോട്ട് നടന്നു. പടിയിറങ്ങാൻ തുടങ്ങവേ എന്തോ കണ്ടെന്ന പോലെ അവളുടെ അരികിലേക്ക് നടന്നെടുത്തു. അവൻ നോക്കിയപ്പോൾ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ തൊട്ടു നോക്കി. അവൻ വേഗത്തിൽ കൈകൾ പിൻവലിച്ചു. ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു അവൾക്ക്. അവൻ അവളെ ഉണർത്താൻ എന്നതുപോലെ വിളിച്ചെങ്കിലും അവളിൽ നിന്നും മൂളൽ മാത്രമാണ് മറുപടിയായിട്ട് വന്നത്. അവനൊന്നും ആലോചിക്കാതെ അവളെ എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. ഡോർ ഹാൻഡിൽ പിടിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് തുറക്കാൻ പറ്റാതെ വന്നതും അവനിൽ തലേ രാത്രിയിൽ അവൾ പറഞ്ഞത് ഓർമ്മ വന്നു. അവൻ ഡോറിൽ തട്ടി. ഉറക്കമുറഞ്ഞ അലസതയിൽ വാതിൽ തുറന്ന് എന്താ എന്ന് ചോദിച്ചു വേണി. മുന്നിൽ വിനയനും അവന്റെ കൈകളിൽ തളർന്നു കിടക്കുന്ന മായയും കാണേ അവൾ അവന്റെ മുന്നിൽ നിന്ന് മാറി നിന്നു. ഇവൾക്ക് എന്തു പറ്റിയതാ വിനയേട്ടാ? അവരെ അങ്ങനെ കണ്ടതും അവളുടെ ഉറക്കം അവളിൽ നിന്നും പൂർണ്ണമായി വിട്ടുപോയിരുന്നു. പനിയാണെന്ന് തോന്നുന്നു. അവൾക്ക് ബോധമില്ല. നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ, മുഖത്ത് തെളിച്ചു നോക്കാം. വിനയ് പറഞ്ഞതും വേണി ബാത്റൂമിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. വിനയ് അത് അവളുടെ മുഖത്ത് തളിച്ചു. വെള്ളം മുഖത്ത് തളിച്ചതും മായ മിഴികൾ പതിയെ ചിമ്മി തുറന്നു. മുന്നിൽ നിൽക്കുന്ന വിനയെ കാണെ അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോൾ തന്നെ അവളെ അവൻ അവിടെ തന്നെ പിടിച്ചു കിടത്തി. നീ എവിടേക്കായി എഴുന്നേറ്റ് ഓടുന്നേ? അവന്റെ ഗൗരവമേറിയ വാക്കുകൾ കേൾക്കെ അവൾ അവിടെ തന്നെ കിടന്നു. വേണി, നീ ഇവൾക്ക് തുണി നനച്ചിട്ട് കൊടുക്ക്. ഞാൻ മെഡിസിൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. വിനയ് പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലിറങ്ങി. വിനയ് മുറിയിൽ നിന്ന് പോയതും വേണി മായയെ തുറച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞ് വിനയ് മായയ്ക്ക് മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു. മായ ഒന്നും മിണ്ടാതെ അവന്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി. നിനക്ക് വേണിക്കൊപ്പം കിടക്കാൻ മേലായിരുന്നോ? എന്തിനാ തറയിൽ കിടന്നത്? അവളെ നോക്കി ചോദിച്ചു. ഞാൻ ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്കൊപ്പം കിടക്കാനുള്ള പൂതി കൊണ്ട് വന്നതല്ല വേണി. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ വാതിലടച്ചു. ലോക്ക് ഇട്ടിരുന്നു. തുറന്നു തന്നില്ല. അമ്മയും മെഡിസിൻ കഴിച്ചു കിടന്നത് കൊണ്ട് വിളിച്ചുണർത്താൻ തോന്നിയില്ല. രാവിലെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. അറിഞ്ഞിരുന്നില്ല ഒന്നും. അവന്റെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു മായ. അവളുടെ നിറഞ്ഞു വരുന്ന മിഴികളിൽ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. അവൾ ബെഡിനോരം ചേർന്നുകൊണ്ട് കിടന്നു. ജോഗിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ദാമോദരന്റെ കോൾ വിനയെ തേടിയെത്തിയത്. അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി വേഗത്തിൽ തന്നെ യൂണിഫോം മാറ്റി ഇറങ്ങി. അമ്മ ശോഭനയോട് മായയുടെ കാര്യം പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം വേഗം തന്നെ ദാമോദരൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നും 10 കിലോമീറ്റർ മാറിയുള്ള അഴുക്കുചാലിന്റെ അടുത്തായിരുന്നു വിനയ് വണ്ടി നിർത്തിയത്. വിനയ് കാണെ ദാമോദർ അടുത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. സർ, ഇന്ന് പുലർച്ചെ പുഴയിൽ മീൻ പിടിക്കാൻ വന്നവരാണ് നായ വലിക്കാൻ ശ്രമിക്കുന്ന ചാക്ക് കണ്ടത്. വല്ലാത്ത ദുർഗന്ധമായതുകൊണ്ട് അവർ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ബോഡി അതിൽ നിന്നെടുത്തോ? എടുത്തു സർ. മുഖം വികൃതമാക്കിയിട്ടുണ്ട്. പിന്നെ ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചപ്പോൾ പറഞ്ഞത്. ദാമോദർ പറയുന്നതെല്ലാം തന്നെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അയാൾക്കൊപ്പം ബോഡിക്ക് അടുത്തേക്ക് നീങ്ങി. ചുറ്റിലും കൂടി നിൽക്കുന്ന ജനങ്ങളിലേക്കും മീഡിയാസിലേക്കും അവന്റെ മിഴികൾ ഓടി നടന്നിരുന്നു. ഇതൊരു ആൺകുട്ടിയുടെ ബോഡിയാണ് സർ. ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ട്. തലയ്ക്ക് പിറകുവശം അടികൊണ്ട മുറിവുണ്ട്. പിന്നെ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. വേറെ മുറിവുകളൊന്നും തന്നെ കാണുന്നില്ല. എനി എവിഡൻസ്? വിനയ് ഫോറൻസിക് ടീമിനെ നോക്കി. നോ സർ, ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് മർഡർ. ഓക്കെ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചോളൂ. വിനയ് ഇത് പറഞ്ഞുകൊണ്ട് ബോഡി ഉണ്ടായിരുന്ന അഴുക്കുചാലിന് ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അവൻ അവിടെ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ബോഡി ഉണ്ടായിരുന്ന ചാക്ക് കാണെ ദാമോദരന്റെ കൈകളിൽ നിന്ന് ഗ്ലൗസ് വാങ്ങി ധരിച്ചുകൊണ്ട് അത് പതിയെ പരിശോധിച്ചു. അതൊരു സ്റ്റോറിന്റെ പേരുള്ള ചാക്കായിരുന്നു. ദാമോദരനോട് പറഞ്ഞുകൊണ്ട് ക്യാമറാമാനെ കൊണ്ട് അത് ഫോട്ടോ എടുപ്പിച്ചു. ബോഡി കണ്ട് സ്റ്റേഷനിൽ വിവരമറിയിച്ച ആളുകൾ എവിടെ? ദാമോദർ അവരെ അടുത്തേക്ക് വിളിപ്പിച്ചു. വിനയ് ഇരുവരെയും നോക്കി.
നിങ്ങൾ രണ്ടുപേരുമാണോ ബോഡി ആദ്യം കണ്ടത്? ബോഡി കണ്ടില്ല സർ. ഞങ്ങൾ പട്ടിയുടെ കുര കേട്ട് നോക്കിയതാണ്. അപ്പോഴാണ് പട്ടി ഈ ചാക്കിൽ പിടിച്ചു വലിക്കുന്നത് കണ്ടത്. ഈ അഴുക്കുചാലിൽ മാലിന്യമൊന്നും ആരും കൊണ്ട് ഇടാറില്ല. കോളനിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളവും മറ്റുമൊക്കെ ഒഴുകിപ്പോകുന്ന ഓവാണ്. അതുകൊണ്ട് വന്ന് നോക്കിയതാ. അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ വല്ലാത്ത ദുർഗന്ധമായിരുന്നു. പിന്നെ അതിവേഗം ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു. നിങ്ങളുടെ രണ്ടാളുടെയും പേര്? ഞാൻ ശശി, ഇത് ജയൻ. നിങ്ങളുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ്. ജയൻ ഞാൻ പറഞ്ഞ തെക്കേ കോളനിയിലാണ്. ഓ, അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും എന്തെങ്കിലും ആവശ്യം വന്ന സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ രണ്ടുപേരും വരണം. വിനയ് പറഞ്ഞതും ഇരുവരും സമ്മതം അറിയിച്ചു. ഒന്നുകൂടി അവിടെ വാങ്ങി നോക്കിയതിനു ശേഷം വിനയ് അവന്റെ ബുള്ളറ്റിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. ദാമോദർ, നമ്മുടെ ജില്ലയിൽ ഈ അടുത്ത് മിസ്സിംഗ് ആയ റിപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആവുമെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് അലന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ദാമോദരനെയും മറ്റു 2 കോൺസ്റ്റബിൾമാരെയും കൂട്ടി വിനയ് അലന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കോളനി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഇരുനില വീടായിരുന്നു അലന്റേത്. ദാമോദരൻ കോളിംഗ് ബെല്ലടിച്ചു. അകത്തു നിന്നും അലന്റെ അമ്മ ഇറങ്ങി വന്നു. പോലീസിനെ കണ്ടപ്പോൾ അവർ വേഗം അകത്തേക്ക് വിളിച്ചു. സർ, എൻ്റെ മകനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അന്വേഷിക്കുന്നുണ്ട്. ഉടൻ കണ്ടെത്താനാവും. ഞങ്ങൾക്ക് അലന്റെ മുറിയൊന്ന് പരിശോധിക്കണം. മുകളിൽ 2ാമത്തെ മുറിയാണ് സർ. അലന്റെ പപ്പയില്ലേ ഇവിടെ? ഇല്ല, കോട്ടയം വരെ പോയതാണ്. വിനയ് ഒന്ന് മൂടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. അലന്റെ മുറി മുഴുവനും പരിശോധിച്ചു. അവന്റെ ബുക്ക് ശേഖരണത്തിൽ നിന്ന് 2 പുസ്തകം എടുത്ത് മറിച്ചു നോക്കി. അതെടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയായി. അതുകൊണ്ട് തന്നെ ദാമോദരനെയും കൂട്ടിക്കൊണ്ട് വിനയ് ഹോസ്പിറ്റലിലേക്ക് പോയി. സർ, മരണകാരണം തലക്കേറ്റ അടി തന്നെയാണ്. പിന്നെ മുഖത്ത് പലയിടങ്ങളിലും കത്രിക കൊണ്ട് വരഞ്ഞിട്ടാണുള്ളത്. വേറെ മുറിവും ചതവും ഒന്നുമില്ല. മരിച്ച കുട്ടിയുടെയും സാർ തന്ന ഡീറ്റെയിൽസിലെ അർജുൻ എന്ന കുട്ടിയുടെയും ഡീറ്റെയിൽസ് ആയിട്ട് സാമ്യമുണ്ട്. മരിച്ചത് അർജുൻ എന്ന 14കാരൻ തന്നെയാണ്. അവരുടെ പാരൻസ് കൂടെ ഐഡന്റിഫൈ ചെയ്താൽ മതി. ദാമോദർ, താൻ അവരെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറയും. വിനയ് ദാമോദറിനോട് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് കണ്ണോടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അർജുന്റെ മാതാപിതാക്കൾ എത്തിച്ചേർന്നു. അവർ ബോഡി തിരിച്ചറിഞ്ഞു. ഇരുവരുടെയും കരച്ചിൽ അവിടെ ഉയർന്നു. വിനയ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴും അവന്റെ മിഴികൾ ചുറ്റിലും വീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സ്റ്റെയറിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ മറഞ്ഞു നിന്ന് ഇവിടേക്ക് നോക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിനയ് അവിടേക്ക് നടന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഓടിയിരുന്നു. അയാൾക്ക് പിറകെ പോവാതെ വിനയ് പോയത് CCTV ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിൽ താൻ തേടിയ ആൾ തന്നെയാണെന്ന് ഉറപ്പിക്കവേ വിനയുടെ മിഴികൾ വന്യമായി തിളങ്ങി. ഹോസ്പിറ്റൽ മുറ്റത്തായി തടിച്ചുകൂടിയ മീഡിയാസ് പലവിധ ചോദ്യങ്ങൾ കൊണ്ട് വിനയെ വളഞ്ഞെങ്കിലും എല്ലാത്തിനുമുള്ള ഉത്തരം നൽകിയില്ല അവൻ. ഫോർമാലിറ്റീസ് പൂർത്തിയായതും അർജുന്റെ ബോഡി വീട്ടുകാർക്ക് വിട്ടു നൽകി. സംസ്കാര ചടങ്ങിലും മറ്റുമൊക്കെ വിനയും പോയിരുന്നു. സ്റ്റേഷനിൽ തിരികെ എത്തിയതും വിനയ് ആലോചനയിൽ മുഴുകി. അവന് മുന്നിലായിട്ട് ദാമോദരനുമുണ്ടായിരുന്നു. ദാമോദർ, താനൊരു വൈറ്റ് പേപ്പർ എടുക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ മാർക്ക് ചെയ്. വിനയ് പറഞ്ഞതുപോലെയെല്ലാം ദാമോദർ ചെയ്തു. ദാമോദർ വരച്ച ഓരോ ഇടവും മനസ്സിൽ പതിപ്പിച്ചു വിനയ്. സർ, നമിതയുടെ പാരൻസ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് സാറിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവിടേക്ക് വന്ന കോൺസ്റ്റബിൾ ദിവാകരൻ പറഞ്ഞു. അവരുടെ നമ്പറിൽ വിളിച്ചുകൊണ്ട് നാളെ രാവിലെ വരാൻ പറയണം. ഓക്കെ സർ. അയാൾ സല്യൂട്ട് അടിച്ചുകൊണ്ട് പോയി. ദാമോദർ, നാളെ നമുക്ക് 1-2 സ്ഥലത്ത് പോവേണ്ടതുണ്ട്. എവിടെയാണെന്ന് നാളെ പറയാം. ഒഫീഷ്യൽ ഡ്രസ്സിലല്ല, ഫോർമൽ ലുക്കിൽ. ആദ്യം നാളെ നമിതയുടെ പാരൻസിനെ മീറ്റ് ചെയ്യാം. ദാമോദരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിനയ് വീട്ടിലേക്ക് ഇറങ്ങി. വിനയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തത് അമ്മ ശോഭനയായിരുന്നു. വേണി പോയോ അമ്മേ? മുകളിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. പോയി. താല്പര്യമില്ലാതെ ഒന്ന് മൂളി വിട്ടു ശോഭന. അത് മനസ്സിലാക്കിയെങ്കിലും വിനയ് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൻ മുറിയിലേക്ക് പോയി ഫ്രഷായിട്ട് താഴേക്കിറങ്ങി. ശോഭന അവന് ഭക്ഷണമെടുത്ത് വെച്ചുകൊണ്ട് അവനൊപ്പം ഇരുന്നു. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അവന് മായയെക്കുറിച്ച് ഓർമ്മ വന്നത്. അമ്മേ, മായ പോയോ ഹോസ്റ്റലിലേക്ക്? ശോഭന അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. ആ കൊച്ചിന് രാവിലെ പനിയാണെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? എങ്ങനെ ഓർക്കാനാ? അവളെ നാളെ പോലും ഓർമ്മയില്ലാത്ത നിനക്ക് എവിടെയാ അവളുടെ വേദനയൊക്കെ ഓർമ്മ കിട്ടാൻ? അവനെ നോക്കി പറഞ്ഞു നിർത്തിയവർ. അത് കേൾക്കെ അവൻ തറഞ്ഞിരുന്നു പോയി. രാവിലെ മുതൽ കേസിന്റെ അലച്ചിലായതുകൊണ്ട് ഒന്നും ഓർത്തില്ല. ഓർമ്മയിലുണ്ടായില്ല. രാവിലെ കണ്ടതാണ് മായയെ. ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ട് എഴുന്നേറ്റു.
വിനയ്. അമ്മേ, അവളുടെ പനി കുറവുണ്ടോ? ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ചോദിക്കാതിരിക്കാനായില്ല വിനയ്ക്ക്. കുറവൊന്നുമില്ല. ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കുടിച്ചിരുന്നു. അത് അതേപടി ഛർദ്ദിച്ചു. ഇപ്പോൾ കുറച്ചു മുന്നേ ചുക്കുകാപ്പി കൊടുത്തു. വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടപ്പാണ്. ശോഭന പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്നതിനിടയിൽ മറുപടി കൊടുത്തു. വിനയ് വേഗം തന്നെ അവൾ കിടക്കുന്ന മുറിയിലേക്ക് പോയി. ലൈറ്റിടാതെ തന്നെ മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ അവൻ കണ്ടു. വാതിൽ തുറന്ന ശബ്ദം കേട്ടതുകൊണ്ടാവും അവൾ പറഞ്ഞു. അമ്മേ, എനിക്കൊന്നും വേണ്ട. കഴിച്ചാൽ ഛർദ്ദിക്കും. അമ്മ കിടന്നോളൂ. നാളെ നേരം പുലരുമ്പോഴേക്കും മാറുമായിരിക്കും. അമ്മാണെന്ന് വെച്ചാണ് അവൾ പറഞ്ഞതെന്ന് വിനയ്ക്ക് മനസ്സിലായി. അവൻ ലൈറ്റിട്ടു. മുറിയിൽ വെളിച്ചം പരന്നു. മായ ഇറുക്കി ചിമ്മിയ മിഴികൾ തുറന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വിനയ് ആണെന്ന് അവൾ കണ്ടത്. അവൾ എഴുന്നേറ്റിരുന്നു. വിനയ് അവിടെയുള്ള ചെയറെടുത്തുകൊണ്ട് അവൾക്കരികിലിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? സൗമ്യതയോടുകൂടി ചോദിച്ചു വിനയ്. അവന്റെ ചോദ്യം തന്നെ ആ പെണ്ണിന്റെ ഉള്ളിൽ കുളിർക്കോരി. കുറവുണ്ട്, അത്രമാത്രം പറഞ്ഞു അവൾ. ഞാനൊരു കേസിന്റെ പിന്നിലായിരുന്നു. അതിന്റെ തിരക്കായോണ്ട് തന്റെ കാര്യം മറന്നുപോയി. അവൻ പറഞ്ഞതിന് അവൾ വെറുതെ ഒന്നും മൂളി. ഫുഡ് എടുത്തുകൊണ്ട് വരട്ടെ? കുറച്ച് കഴിച്ചൂടെ? വേണ്ട, എനിക്ക് പോവില്ല. വേഗം തന്നെ മറുപടി പറഞ്ഞു. ഈ സമയം ഫുഡ് കഴിക്കാതിരുന്നാൽ എങ്ങനാ? രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി എടുത്തോട്ട് വരാം. അവളുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ താഴേക്കിറങ്ങി. മായയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നവനെ കാണെ അമ്മ ശോഭനയുടെ മിഴികൾ തിളങ്ങി. അവളോടുള്ള അവന്റെ തെറ്റിദ്ധാരണകൾ മാറിക്കൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഒന്നായാൽ മതിയെന്നായിരുന്നു അവരുടെ ആഗ്രഹം. മായ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നേരെ ചോറൂലുള്ള നീട്ടിയവൻ. ഒന്നും മിണ്ടാതെ വായ തുറന്നു അവൾ. വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അവൻ ഇത്രയും സൗമ്യതയോടെ അവളോട് പെരുമാറുന്നത്. രാവിലെ നേരത്തെ തന്നെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വിനയ്. ദാമോദർ സല്യൂട്ട് അടിച്ചു. നമിതയുടെ പാരൻസ് എത്തിയ വിവരം വിനയെ അറിയിച്ചു. അപ്പോൾ തന്നെ ദാമോദറിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് നടന്നു വിനയ്. വിനയെ കാണെ നമിതയുടെ പാരൻസ് എഴുന്നേറ്റു. വിനയ് കൈകൊണ്ടിരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അവർക്ക് മുന്നിലുള്ള ചെയറിലിരുന്നു. നിങ്ങൾ ഇരുവരും എപ്പോഴാണ് നാട്ടിലെത്തിയത്? ഇരുവരെയും മുറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു വിനയ്. ഇന്നലെ പുലർച്ചെ എത്തി സർ. സാറിനെ കാണാൻ ഇന്നലെ തന്നെ വന്നിരുന്നു. എന്നാൽ കാണാൻ പറ്റിയില്ല. നമിതയുടെ അച്ഛനായിരുന്നു മറുപടി പറഞ്ഞത്. നിങ്ങൾക്കൊപ്പം എന്തുകൊണ്ടാണ് നമിത നിൽക്കാത്തത്? ഇവിടെ ബന്ധുക്കളായിട്ട് മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ. അതവൾക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ്. നമിത മിസ്സിംഗ് ആയത് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? അവളെ കാണാതെ വന്നതിൻ്റെ പിറ്റേ ദിവസം. ഇപ്പോൾ 4 ദിവസത്തോളമായി. എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടിയത്? അത് പിന്നെ ലീവ് കിട്ടിയില്ല, നമിതയുടെ അച്ഛൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. സ്വന്തമായിട്ട് ബിസിനസ് സാമ്രാജ്യമുള്ള നിങ്ങൾക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദാമോദര ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ലീവ് കിട്ടുക? വിനയുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്ന പരിഹാസം കേട്ട് നമിതയുടെ അമ്മ അവരുടെ ഭർത്താവിനെ ഒന്ന് കനപ്പിച്ചു നോക്കി. അല്ല, നിങ്ങൾ ഇന്നലെ എന്നെ കാണാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? അതെന്തിനു വേണ്ടിയായിരുന്നു? അത് നമിത, അവളുടെ മിസ്സിംഗ്. നിങ്ങളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സീരിയസ് മിസ്സിംഗ് ആയിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. വെറുതെ ആ വഴിക്ക് അന്വേഷിച്ച് സമയം കളയാതെ ഞങ്ങളുടെ മോളെ ഉടനെ കണ്ടെത്തണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി വന്നത്. അവർ പറയുന്നത് കേൾക്കെ ദാമോദറിൽ നടുക്കമായിരുന്നു. എന്നാൽ വിനയ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കേട്ടിരുന്നു. അതിന് ഞങ്ങൾ ഇതുവരെയും പറഞ്ഞില്ലല്ലോ നമിതയുടെ മിസ്സിംഗ് ഒരു സീരിയസ് മിസ്സിംഗ് ആണെന്ന്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വിനയ് അവരിൽ തന്നെ മിഴികൾ നട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഇരുവരും ചെറുതായൊന്നും ഭയന്നു. അത് ഞങ്ങൾ അറിഞ്ഞതാണ്. അടുത്തയിടെ വേറെയും 2 കുട്ടികൾ മിസ്സായ കാര്യം, അതുപോലെ തന്നെ ഇന്നലെ ഒരു കുട്ടിയുടെ ബോഡി കിട്ടിയതും. നിങ്ങൾ അറിഞ്ഞത് സത്യമാണ്. പക്ഷേ നമിതയുടെ മിസ്സിംഗ് ഞങ്ങൾ അതിൽപ്പെടുത്തിയിട്ടില്ല. അതിന് മാത്രമുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചില്ല. പിന്നെയും 1-2 കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു വിനയ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. എന്നാൽ ഞങ്ങൾ വിളിപ്പിക്കുമ്പോൾ വരണം. അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. സർ, നമ്മൾ പുറത്തുവിടാത്ത കാര്യം ഇവർ എങ്ങനെ അറിഞ്ഞു? ദാമോദർ വിനയെ നോക്കി ചോദിച്ചു. അവന്റെ മുഖത്തെ ചിരി കാണെ ദാമോദർ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ ഉറ്റുനോക്കി. നമ്മൾ പുറത്തുവിടാത്ത കാര്യം അവരെ അറിയിച്ചത് ഞാൻ തന്നെയാണ്. അതും ഒരു അനോണിമസ് കോളിലൂടെ. അവരെ ഇവിടെ നാട്ടിലെത്തിക്കാൻ വേണ്ടി. സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ ഈ 3 മിസ്സിങ്ങും തമ്മിൽ? സംശയമല്ല ദാമോദർ, ഇതൊരു സീരിയസ് കിഡ്നാപ്പിംഗ് ആണ്. അതൊരു അവയവത്തിനോ മറ്റോ ഒന്നിനും വേണ്ടിയല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പോയവർ ഉൾപ്പെടെയുള്ളവർ ചെയ്ത ഏതോ ഒരു പാപം, അതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടി വന്നവനാണ് വിക്ടിം. അതിനുവേണ്ടി അയാൾ കരുവാക്കുന്നത് ഒന്നും അറിയാത്ത കുട്ടികളെയാണ്. സർ അർജുൻ,
അവൻ വീട്ടിൽ നിന്നാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. പക്ഷെ എങ്ങനെയാവും? അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ അവനെ എടുത്തുകൊണ്ട് പോകുന്നത്? അർജുന്റെ കേസിൽ ഒന്ന് മാത്രമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. അവന്റെ വീട്ടിൽ സ്പെയർ കീ വെച്ച് അകത്ത് കയറി അവനെ മയക്കിക്കൊണ്ട് പോയതാവും. പക്ഷേ ഒരു തെളിവും നമുക്ക് വേണ്ടി തന്നില്ല. അതുപോലെ തന്നെ അർജുന്റെ ബോഡിയിൽ പോലും ഫിംഗർ പ്രിന്റ് ഇല്ലായിരുന്നു. അലനെയും നമിതയെയും ഉടൻ തന്നെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവർ പഠിച്ച കോളേജിലേക്കൊന്ന് പോകണം. സെന്റ് തെരേസ് കോളേജിലേക്ക്. അവിടെ ഉണ്ടാവും നമുക്ക് വേണ്ട ഉത്തരങ്ങൾ. ഓക്കെ സർ, നമുക്ക് നാളെ തന്നെ അവിടേക്ക് പോകാം. ഞാൻ IG ഓഫീസിലോട്ടൊന്ന് പോയി വരാം. സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ പ്രഷർ കൂടുതലോ സാറേ? IG സാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ നിന്നുള്ള പ്രഷർ കാരണമാകും. അത് പിന്നെ പറയാനുണ്ടോ? മുകളിലുള്ളവർക്ക് അവിടെ കിടന്ന് പ്രഷർ കൂട്ടിയാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്നൊന്നും അറിയണമെന്നില്ല. സർ, ഇതിനിടയിൽ സാറിനോട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മീഡിയ വണ്ണിലെ പെണ്ണ് വിളിച്ചിരുന്നു. ഓ, ഇതിനിടയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മീഡിയക്കാരാണ് ഉള്ളതും ഇല്ലാത്തതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി എൻ്റെ ഇന്റർവ്യൂ നാട്ടുകാർ കണ്ടിട്ട് വേണം എനിക്കുള്ള വില കൂടി പോവാൻ. വിനയ് പറഞ്ഞുകൊണ്ട് ലാപ്പിൽ മിഴികൾ നട്ടു. സാറിന്റെ വൈഫും പഠിക്കുന്നത് ജേർണലിസ്റ്റ് അല്ലേ? വിനയ് വെറുതെ എന്ന പോലെ മൂളി. വിനയ് ഉച്ച കഴിഞ്ഞതും IG ഓഫീസിലേക്ക് പോയി. പെർമിഷൻ ചോദിച്ചകത്ത് കയറി സല്യൂട്ട് ചെയ്തു അവൻ. വിനയ്, തന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാലോ? 3 കുട്ടികളെയാണ് അടുത്തിടെ മിസ്സിംഗ് ആയത്. അതിൽ ഒരാളുടെ ബോഡി ഇന്നലെ കണ്ടെത്തി. ഇതുവരെയും തന്റെ ഭാഗത്തു നിന്നും കേസിനെ കുറിച്ച് ഒരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. വിനയ് ഇത്രയും ദിവസം കളക്ട് ചെയ്ത അവൻ തയ്യാറാക്കി വെച്ചതുമായ റിപ്പോർട്ട് IG മുന്നിലേക്ക് വെച്ചു. ഞങ്ങൾ വെറുതെ ഇരിക്കല്ല സർ. എടോ, എനിക്ക് മനസ്സിലാവും. പക്ഷേ മുകളിൽ നിന്നുള്ള പ്രഷർ അത് ചെറുതൊന്നല്ല. സാർ മുകളിൽ നിന്നും ഇത്രയും പ്രഷർ ഉണ്ടാവാൻ കാരണം കാണാതെ വന്നത് മന്ത്രിമാരുടെ കുട്ടികളൊന്നല്ലല്ലോ. അലൻ മന്ത്രിയുടെ മകന്റെ ഉറ്റ കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രഷർ. അതിൽ ബദലായിട്ട് മൂളുക മാത്രം ചെയ്തു വിനയ്. അന്ന് രാത്രി വിനയ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ശോഭനയായിരുന്നു വാതിൽ തുറന്നു കൊടുത്തത്. അവളില്ലേ? അകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു വിനയ്. അവളെ നീ ഇവിടെ നിർത്താതിരിക്കാൻ വേണ്ടിയല്ലേ കണ്ണൂർ കൊണ്ടുപോയി ചേർത്തത്? അവൾ രാവിലെ തന്നെ ഇറങ്ങി. വിനയ് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ മുകളിലേക്ക് നടന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ ഓർത്തത് മായയെക്കുറിച്ചായിരുന്നു. അവളുമായുള്ള വിവാഹം നടന്നതായിരുന്നു അവന്റെ ഉള്ളിൽ തെളിഞ്ഞത്. വിവാഹത്തിന് ഒരാഴ്ച മാത്രമുള്ളപ്പോഴാണ് മായ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപകടനില അവൾ തരണം ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവളെ കയറി കണ്ടത് അമ്മയായിരുന്നു. അന്ന് അമ്മയെടുത്ത തീരുമാനം, അത് ഞങ്ങളുടെ വിവാഹമായിരുന്നു. അവൾക്ക് എന്നെയായിരുന്നു അത്ര ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൾ ആദ്യമേ പറയുമായിരുന്നില്ലേ? അന്ന് അമ്മാവൻ നിറകണ്ണാലെ പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത്. അതവൻ ഓർത്തു. വിനയ്, നിന്നെയാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അത് തുറന്നു പറയാമായിരുന്നു. അവളോ പറഞ്ഞില്ല. മോനെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോൾ വിളിച്ച അതിഥികൾക്കും ജയന്റെ വീട്ടുകാരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി. വിനയ് ഓർമ്മകളിൽ നിന്നും ഉണർന്നു. അവൻ എഴുന്നേറ്റ് ടേബിളിലുള്ള ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്തു കുടിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ ദാമോദരനെയും കൂട്ടിക്കൊണ്ട് വിനയ് കോട്ടയത്തെ സെന്റ് തെരേസസ് കോളേജിലേക്ക് യാത്ര തിരിച്ചു. കോളേജ് കോമ്പൗണ്ടിലേക്ക് അവരുടെ ജീപ്പ് ബ്രേക്കിട്ട് നിർത്തി. ജീപ്പിൽ നിന്നും ഇരുവരും ഇറങ്ങി ചുറ്റിലും നോക്കി. പഴയ കെട്ടിടം തന്നെയാണ് ഇപ്പോഴും. ദാമോദറിനൊപ്പം ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടന്നു വിനയ്. അവിടെയുള്ള പ്രിൻസിപ്പളിനെ കണ്ട് അവരുടെ ആവശ്യം അറിയിച്ചു. ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും ആ ബാച്ചിൽ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് എടുത്തു നൽകി. അതെടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവർ. തിരികെ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ വിനയ് ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ മറിച്ചു നോക്കി. അതിലെ ഓരോ ആളുകളുടെയും ഡീറ്റെയിൽസ് സൂക്ഷ്മതയോടെ വായിച്ചു നോക്കി. പേജുകൾ മറിച്ചുകൊണ്ടിരിക്കവേ ഒരാളുടെ ഫോട്ടോയിൽ അവന്റെ മിഴികൾ ഉടക്കി. സാമുവൽ അലക്സ്, ഓഫൺ, നോട്ട് കംപ്ലീറ്റഡ്. ആ വാക്യങ്ങൾ അവനിൽ കുടുങ്ങി നിന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്തു. വീണ്ടും പേജുകൾ മറിച്ചു. നമിതയുടെ അമ്മയുടെ അതുപോലെ അലന്റെയും അർജുന്റെയും പേരൻസിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കാണുകെ അതിൽ കൂടിയും മിഴികൾ ചലിപ്പിച്ചു. വീണ്ടും മറിക്കവേ അതിൽ തെളിഞ്ഞ ഫോട്ടോയും പേരും അവനിൽ ഞെട്ടലുളവാക്കി. അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് ദാമോദർ അകത്തേക്ക് വന്നത്. സർ, പാലക്കാട് നിന്നും കാണാതെയായ അരുൺ എന്ന 18 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അർജുന്റെ സെയിം കേസ് തന്നെയാണ് അരുണിന്റെയും. തലക്കേറ്റടിയാണ് മരണകാരണം. വേറെ മുറിവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വിനയ് ദാമോദർ പറയുന്നത് സൂക്ഷ്മമായി കേട്ടിരുന്നു. എടോ, ആ കുട്ടിയുടെ പാരൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? താൻ അതൊന്ന് എടുത്തിട്ട് വാ. ഞാൻ കളക്ട് ചെയ്തിരുന്നു സർ, ഇതാണ്. അയാളൊരു ഫയൽ വിനയിന് നേരെ നീട്ടി. ഗുഡ് ദാമോദർ. വിനയ് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് ഫയൽ വാങ്ങി മറിച്ചു.
അവന്റെ അമ്മ ഷേർലി എന്ന പേരും ഫോട്ടോയും കണ്ടയുടനെ അത് അവിടെ വെച്ചുകൊണ്ട് അവൻ നോക്കിയിരുന്ന ഫയലെടുത്ത് മറച്ചു. അതിൽ ഷേർലിയുടെ ഡീറ്റെയിൽസ് കാണെ അവൻ നെറ്റിയിൽ കൈകൾ വെച്ചൊഴിഞ്ഞു. എന്തു പറ്റി സർ? വിനയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാനാവാതെ അവൻ ചോദിച്ചു. ഇത് നോക്ക് ദാമോദർ, കൊല്ലപ്പെട്ട പയ്യന്റെ അമ്മ ഷേർലിയും സെന്റ് തെരേസസ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ദാമോദർ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാനാവാതെ നിർത്തി. അതേടോ, നമ്മുടെ ഊഹം ശരിയായിരുന്നു. വീണ്ടും സെന്റ് തെരേസസ് കോളേജിലേക്ക് നമുക്ക് പോവേണ്ടി വരും. അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അതിനു മുന്നേ എനിക്ക് ഒരാളെ കാണാനുണ്ട്. അയാളിൽ നിന്നും വല്ലതും അറിയുമോ എന്ന് നോക്കട്ടെ. അതിനുശേഷം കോളേജിൽ പോയി അന്വേഷിക്കാം. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ? വിനയ് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫയലുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, സാമുവൽ അലക്സ്. അത് മനസ്സിൽ കുറിച്ചിട്ടു അവൻ. വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് നേരത്തെ ഇറങ്ങി. വീട്ടിൽ പോയി യൂണിഫോം മാറ്റിയതിനു ശേഷം അവൻ പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് അവന്റെ ബുള്ളറ്റിൽ യാത്ര തിരിച്ചു. വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. തുറന്നിട്ട ഗേറ്റിനുള്ളിൽ കൂടി ബുള്ളറ്റ് അകത്തേക്ക് കയറി. മുറ്റത്തെ പോർച്ചിൽ പഴയ മോഡൽ അംബാസിഡർ കാർ കണ്ടില്ല. അവൻ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നുകൊണ്ട് മായയുടെ അമ്മ ശ്രീജ ഇറങ്ങി വന്നു. വിനയെ കാണെ അവരുടെ മിഴികളൊന്ന് തിളങ്ങി. മോൻ പുറത്തു നിൽക്കാതെ അകത്തേക്ക് വാ. സാധാരണ പോലെ തന്നെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അവർ. ഞാൻ വിചാരിച്ചു അവളെ പോലെ മോനും ഇവിടേക്കുള്ള വഴി മറന്നുവെന്ന്. അത് പിന്നെ അമ്മാവൻ അവളോട് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞതുകൊണ്ടാവും അവൾ വരാത്തത്. ഇപ്പോൾ അവൾ വീട്ടിലില്ല, ഹോസ്റ്റലിലാണ്. അറിയാം. മോൻ വെറുതെ വന്നതാണോ? അത് ഞാനൊരു കേസിന് പുറകെയാണ്. എനിക്ക് മാമയുടെ ചെറിയൊരു സഹായം വേണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വന്നത്. എന്താ വിനയ? അത് മാമി പഠിച്ചത് കോട്ടയത്തുള്ള സെന്റ് തെരേസസ് കോളേജിലല്ലേ? അതെ, അവിടെയായിരുന്നു പഠിച്ചത്. ഈ ഫോട്ടോയിലുള്ളവർ മാമിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരല്ലേ? അതെ, ഇവർ 4 പേരും ഒരു ഗ്യാങ് ആയിരുന്നു. എന്ത് വൃത്തികേടിനും ഒപ്പം ഉണ്ടാവുന്നത് ഇവർ 4 പേരുമായിരിക്കും. ഇയാളെ മാമയ്ക്കറിയോ? സാമുവൽ അലക്സിന്റെ ഫോട്ടോ അവർക്ക് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു വിനയ്. അറിയാം. സെക്കൻഡ് ഇയർ വരെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല. എന്നാ ശരി മാമി, ഞാൻ ഇറങ്ങാണ്. പിന്നെ വരാം. ഒന്നും കുടിക്കാതെ പോവാണോ നീ? പിന്നീടാവാം മാമി. മാമൻ ഇപ്പോഴും ദേഷ്യത്തിലാണ്. ഇപ്പോൾ മാമൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പിലാണ് വന്നതുപോലും. അതിന് ബദലെന്ന പോലെ മൂളുക മാത്രം ചെയ്തു അവർ. തിരികെ സ്റ്റേഷനിലെത്തിയപ്പോൾ മുതൽ ഇവരുടെ ഫോട്ടോയിൽ നോക്കി ഓരോന്നും പ്ലാൻ ചെയ്തു വിനയ്. ദാമോദർ, നമുക്കൊന്നുകൂടെ സെന്റ് തെരേസസ് കോളേജിൽ പോകണം. അതുപോലെ അവിടെ അടുത്തുള്ള സെന്റ് തെരേസസ് ട്രസ്റ്റിലേക്കും. ഓക്കെ സർ. സർ, പിന്നെ സാറിന്റെ ഇന്റർവ്യൂ ചോദിച്ച് 2 പിള്ളേർ പുറത്തു നിൽപ്പുണ്ട്. താൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന്? പറഞ്ഞു സർ. അപ്പോൾ സാറിനെ ഒന്ന് കാണണമെന്ന്. എന്നാ പിന്നെ താൻ അവരെ കയറ്റിവിട്. പിന്നെ അവരുടെ കയ്യിലും കഴുത്തിലൊന്നും ക്യാമറ ഉണ്ടാവരുത്. ലേഡി കോൺസ്റ്റബിളിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് വേണം വിടാൻ. ഓക്കെ സർ. ദാമോദർ സല്യൂട്ട് അടിച്ചുകൊണ്ട് ഹാഫ് വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. അല്പം കഴിഞ്ഞതും 2 പിള്ളേർ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. സർ, ഞാൻ പൂർണിമ, ഇത് മഞ്ജിമ. ഞങ്ങൾ ഒയാസിസ് എന്ന ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതിന് ഞാനെന്തു വേണം? എടുത്തടിച്ചതുപോലെ വിനയ് ചോദിച്ചു. സർ, അത് ഞങ്ങളുടെ MD ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടി സാറിന്റെ ഇന്റർവ്യൂ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് സാറിനെ നേരിൽ കാണാൻ വന്നത്. നിങ്ങളുടെ പ്രൊമോഷനും എൻ്റെ ഇന്റർവ്യൂവും തമ്മിൽ എന്താ ബന്ധം? സർ, 2 മാസം മുന്നേ ഒരു കൊലപാതകം തെളിയിച്ചില്ലേ? അന്നു മുതൽ സാറിനുള്ള ആരാധകർ കൂടുതലാണ്. സാറിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൂടെ ജനങ്ങളിലെത്തിയാൽ അത് ഞങ്ങളുടെ ചാനലിലെ റേറ്റിംഗ് കൂടാൻ കാരണമാവും. സർ, ഒരു ഇന്റർവ്യൂ തരില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഓക്കെ സർ, താങ്ക് യു. അവർ ഇരുവരും ക്യാബിൻ വിട്ടു പോയതും വിനയ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് കണ്ണുകളടച്ചു. വന്ന പെൺകുട്ടികളെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് മായയാണ്. അവളും 1 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പൊസിഷനിൽ എത്തിച്ചേരും. പണ്ട് മുതലുള്ള അവളുടെ ആഗ്രഹമാണ് ജേർണലിസം. അത് ഓർത്തുകൊണ്ട് അങ്ങനെ അവൻ കിടന്നു. ദാമോദർ വന്ന് വിളിച്ചപ്പോഴാണ് അവൻ മിഴികൾ തുറന്നത്. സാറ് പറഞ്ഞതുപോലെ അലന്റെ ഫോൺ ഓണാവുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് IT ടീം. അവർ ഇപ്പോൾ തന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അലന്റെ ഫോൺ വീണ്ടും ഓണായിട്ടുണ്ട്. അതും കോട്ടയത്തിനടുത്തുള്ളൊരു സ്ഥലത്ത് വെച്ച്. ഫോൺ 5 മിനിറ്റാണ് ഓണായിട്ടുള്ളത്. അതിൽ നിന്നും അലൻ അവസാനം വിളിച്ച അവന്റെ ഏതോ കൂട്ടുകാരന്റെ നമ്പറിലേക്ക് കോൾ പോയിട്ടുണ്ട്. പക്ഷേ 2 റിംഗ് മാത്രമേ അത് അടിഞ്ഞിട്ടുള്ളൂ. യെസ് ദാമോദർ,
എന്റെ ഊഹങ്ങളെല്ലാം ശരിയായിട്ട് വരികയാണ്. കൊലയാളി കോട്ടയത്ത് നിന്നുള്ള ആൾ തന്നെയാണ്. അലനെ എങ്ങനെയായാലും രക്ഷിച്ചേ പറ്റൂ. ചിലപ്പോൾ കൊലയാളിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാവും അവൻ. നമുക്കുടൻ തന്നെ അവസാനം കാണിച്ച ലൊക്കേഷനിലേക്ക് പോകണം. ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറയും. വിനയ് ദാമോദറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ദാമോദറിനോടൊപ്പം കോട്ടയത്തേക്കുള്ള യാത്രയിലാണ് വിനയ്. ഇടയ്ക്കിടെ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. സർ, അലന്റെ ഫോൺ ഓണായത് തിരുനക്കര എന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അലൻ രക്ഷപ്പെട്ടു കാണുമോ? ദാമോദർ പിന്നിലിരുന്നു കൊണ്ട് പറഞ്ഞു. നമുക്കിപ്പോന്നും പറയാൻ പറ്റില്ലല്ലോ ദാമോദർ. ഒന്നുറപ്പാണ്, അവിടെ അടുത്തു തന്നെയാണ് കൊലയാളിയുടെ വാസസ്ഥലം. വിനയ് ദാമോദർ പറഞ്ഞതിനുള്ള മറുപടി നൽകിക്കൊണ്ട് കയ്യിലെ ഫോണിൽ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരുന്നു. തിരുനക്കര എന്ന ബോർഡ് കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കുതിച്ചു. പെട്ടെന്നാണ് വണ്ടിക്ക് മുന്നിൽ ഒരാൾ വന്നു വീണത്. ഡ്രൈവർ ഉടനെ ബ്രേക്കിൽ കാലുകൾ അമർത്തി. വണ്ടി പെട്ടെന്ന് നിന്നതും ഒന്ന് മുന്നോട്ടാഞ്ഞുപോയി ബാക്കിയുള്ളവർ. ഡ്രൈവർ മുന്നിലേക്ക് വിരൽ ചൂണ്ടിയതും ഏവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി. വണ്ടിക്ക് മുന്നിൽ വീണുകിടക്കുന്നവനെ കാണേ ദാമോദർ അയാളുടെ മുഖം കാണും വിധം തിരിച്ചു കിടത്തി. നെറ്റി പൊട്ടി ചോര ഒലിക്കുന്ന മുഖം അലന്റേതാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല അവർക്ക്. ദാമോദർ, അലനെ എടുത്ത് വണ്ടിയിൽ കയറ്റു. ഇവനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അലന്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നപ്പോഴേക്കും വിനയ് വെറുതെ മിഴികൾ ചുറ്റിലും ഒന്ന് ഓടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിച്ചു. അലന്റെ ബോഡി നല്ലതുപോലെ വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ട്രിപ്പിട്ട് കിടത്തി. നെറ്റിയിലെ മുറിവ് ക്ലീൻ ചെയ്തുകൊണ്ട് ബാൻഡേജ് ഒട്ടിച്ചു. അവന് ബോധം തെളിയുന്നതും കാത്തുകൊണ്ട് അവനെ കിടത്തിയ മുറിയിൽ തന്നെ വിനയും ദാമോദറും നിന്നു. അല്പം കഴിഞ്ഞതും അലൻ ആയാസപ്പെട്ട് മിഴികൾ തുറന്നു. അലൻ ഉണർന്നത് കാണേ അവന്റെ അരികിലുള്ള ചെയറിലായിട്ടിരുന്നു വിനയ്. ഇപ്പോൾ എങ്ങനെയുണ്ട് അലൻ? ക്ഷീണം തോന്നുന്നുണ്ടോ? വിനയ് അവനെ നോക്കി ചെറുചിരിയാൽ ചോദിച്ചു. ഇല്ല സർ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണോ? ചുറ്റിലും നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോഴും വിനയ് ശ്രദ്ധിച്ചത് അവന്റെ ഭയം നിറഞ്ഞു നിൽക്കുന്ന മിഴികളിലായിരുന്നു. അലൻ, റിലാക്സ്. താനിപ്പോ സേഫ് ആയിട്ടുള്ളിടത്താ ഉള്ളത്. പേടിക്കാതെ. ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ വന്നുകൊണ്ട് അലനെ ആരും ഒന്നും ചെയ്യില്ല. വിനയ് അവനെ ആശ്വസിപ്പിച്ചു. അലൻ ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വിനയ്. ഭയം കാരണം അലൻ പറയുമ്പോൾ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സർ, അന്ന് ഞാൻ കൂട്ടുകാർക്കൊപ്പം ട്രിപ്പ് പോകാൻ വേണ്ടിയാ വീട്ടിൽ നിന്നിറങ്ങിയത്. ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ റൂട്ടിൽ കൂടെ പോവാതെ ഇട റോഡിലൂടെയാണ് ഞാൻ ബൈക്ക് ഓടിച്ചത്. വഴിയിൽ വെച്ചൊരാൾ ബൈക്കിന് നേരെ കൈ കാണിച്ചു. ആ ആളെ അതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ബൈക്ക് നിർത്തിക്കൊണ്ട് ഞാൻ കാര്യം അന്വേഷിച്ചു. അയാൾ ഇവിടത്തുകാരനല്ലെന്നും ആരെയോ കാണാൻ വേണ്ടി വന്നതാണെന്നും എന്നോട് പറഞ്ഞു. നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് റോഡ് വരെയും ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിറകിൽ കയറാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അയാൾ എൻ്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു. പിന്നെ ബോധം വരുമ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞില്ല. കൈകളും കാലുമൊക്കെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ചുമരിൽ നിറയെ പല വാചകങ്ങളും എഴുതി നിറച്ചിരുന്നു. അധികവും ചുവപ്പ് നിറത്തിലായിരുന്നു. ചെറിയ വെട്ടമുണ്ടെന്നൊഴിച്ചാൽ കാറ്റുപോലും ഇല്ലാത്തൊരു മുറി. ഞാൻ കുറെ ഒച്ചെടുത്ത് വിളിച്ചെങ്കിലും ആരും വന്നില്ല. ക്ഷീണവും വിശപ്പും കാരണം എപ്പോഴോ ഞാൻ വീണ്ടും മയങ്ങിപ്പോയി. പിന്നെ ഉണരുന്നത് കൈകളിൽ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ്. അലൻ ആ നിമിഷങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തി. കയ്യിൽ തട്ടിയ ചൂടാണ് മയക്കത്തിൽ നിന്ന് തന്നെ ഉണർത്തിയത്. തനിക്ക് മുന്നിൽ നിൽക്കുന്ന രൂപത്തെക്കാണേ അലറി വിളിച്ചുപോയി. കറുപ്പ് ഗൗൺ ധരിച്ചുകൊണ്ട് മുഖം മുഴുവനും കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരാൾ. അയാളുടെ കൈകളിൽ ഒരു ഇരുമ്പ് വടി ഉണ്ടായിരുന്നു. മുറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വെട്ടം കൂടാതെ മറ്റൊരു ലൈറ്റ് കൂടെയുണ്ട്. പേടിച്ചുപോയോ മോനെ? അയാളുടെ അട്ടഹാസം ആ മുറിയാകെ അലയടിച്ചു. നിന്റെ കണ്ണുകളിൽ കാണുന്ന ഭയം, അതാണ് എൻ്റെ ലഹരി. നിനക്കറിയൂ, ഒരു നാൾ ഒരുവൻ വരും ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയുമായി. പാപത്തിന്റെ കണക്ക് പുസ്തകം എടുത്തു നോക്കിയാൽ പാപം ചെയ്തവനുള്ള ശിക്ഷ അത് മരണമാണ്. മരണം ഭയമാണ്. അയാൾ വീണ്ടും അട്ടഹസിച്ചു കൊണ്ടിരുന്നു. അയാളുടെ പേടി ഉളവാക്കും വിധമുള്ള ഭാവം കണ്ടിട്ട് അയാൾ ആരാണെന്നോ എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ ചോദിക്കാനായില്ല. അയാളുടെ കയ്യിലുള്ള ഇരുമ്പ് ആളിക്കത്തുന്ന തീയിൽ വെച്ച് ചൂടാക്കിയതായിരുന്നു. അത് കാലിൻ്റെ അടിയിലായിട്ട് വെച്ചു. വല്ലാത്ത വേദനയായിരുന്നു എനിക്ക്. അലറി വിളിച്ചു കരഞ്ഞു. എന്നാൽ എൻ്റെ കരച്ചിലും ഭയത്തിലും അയാൾ ആനന്ദം കണ്ടെത്തുകയായിരുന്നു. പിന്നെ 2-3 ദിവസത്തേക്ക് അയാളെ അവിടെ കണ്ടില്ല. അതിനുശേഷം വീണ്ടും അതേ രൂപത്തിൽ മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ അയാൾക്കൊപ്പം മറ്റൊരുവൻ കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ കൈകളിൽ മിനറൽ വാട്ടറും എനിക്ക് വേണ്ടിയുള്ള ചോറ് പൊതിയും. വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
സ്വതന്ത്രമാക്കി തന്ന ഒരു കൈവച്ചുകൊണ്ട് ഞാൻ അത് കഴിച്ചു. പിന്നെ 2 ദിവസത്തേക്ക് ആരും വന്നില്ല. ഞാൻ എവിടെയാണെന്നോ ആരാണ് അവരെന്നോ അറിയാതെ വല്ലാതെ ഭയന്നുപോയി ഞാൻ. കൂടെ വന്ന ആളുടെ കയ്യിൽ എൻ്റെ ഫോൺ കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് ഫോൺ വന്നതും പെട്ടെന്ന് തന്നെ അയാൾ അത് മറന്നു വെച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എൻ്റെ കൈകൾ കെട്ടാനും അയാൾ മറന്നിരുന്നു. ആരുമില്ലെന്ന് ഉറപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായി പോയി. ഫോൺ അവിടെ തന്നെ ഇട്ടുകൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. വലിയൊരു ഹോളും അതിനു ചുറ്റിലും നോക്കിയപ്പോൾ 4 വാതിലുകളും. അതിൽ ഏതിൽ കൂടിയാണ് പുറത്തെത്തുക എന്നറിയില്ലായിരുന്നു. ഓരോ ഹാൻഡിലും തിരിച്ചു നോക്കിയെങ്കിലും തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ചാവി വാതിലിൻ്റെ മുകളിൽ കണ്ടത്. അതെടുത്ത് തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് പുറത്തു കടക്കാൻ പറ്റി. ഇരുട്ടായിരുന്നു ചുറ്റിലും. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. 1-2 തവണ കല്ലിലും മറ്റും തടഞ്ഞു വീണു. ശരീരത്തിന് തളർച്ച ബാധിച്ചിട്ടും എഴുന്നേറ്റ് നടന്നു. അവിടെ നിന്നും കുറച്ച് അകലെ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്നത്. നേരം പുലർന്നപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റോടി. അപ്പോഴാണ് സാറുമാരുടെ വണ്ടിക്ക് മുന്നിൽ വന്ന് വീണത്. എല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഇരുവരെയും നോക്കി അലൻ. വിനയ് അവൻ പറയുന്നത് അത്രയും ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. അലൻ പറഞ്ഞ രൂപമോർത്ത് ദാമോദരനുള്ളിൽ ഭയം തോന്നി. അലൻ പറഞ്ഞ സ്ഥലം നമ്മുടെ വണ്ടി നിന്നതിലും ഒരുപാട് ദൂരെയാണോ? 1 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും സർ. രാത്രി ആയതുകൊണ്ട് വഴിയൊന്നും ഓർമ്മയില്ല. ഓക്കെ. നീയല്ലാതെ വേറെ ആരെങ്കിലും അവിടെ കണ്ടിരുന്നു? ആരുടെയെങ്കിലും ശബ്ദമോ അങ്ങനെ വല്ലതും? വിനയുടെ ചോദ്യത്തിന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം അലൻ ഇല്ല എന്ന് മറുപടി നൽകി. അലൻ റെസ്റ്റ് എടുക്ക്. പുറത്ത് കാവലിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും. ഇവിടെ വന്നുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്യില്ല. വിനയ് അലനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് ദാമോദരനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. പുറത്ത് 2 പോലീസുകാരെയും ഉള്ളിൽ വേറൊരാളെയും കാവൽ നിർത്തിക്കൊണ്ട് വിനയും ദാമോദറും സെന്റ് തെരേസസ് കോളേജിലേക്ക് യാത്ര തിരിച്ചു. പലരും മറന്നു തുടങ്ങിയ സാമുവൽ അലക്സിനെ കുറിച്ച് അറിയുവാൻ. സെന്റ് തെരേസസ് കോളേജിലെ പ്രിൻസിപ്പളുടെ റൂമിൽ അച്ഛനെ കാത്തിരിക്കുകയാണ് വിനയും ദാമോദറും. ഡോർ തുറന്ന് അല്പം പ്രായമുള്ള അച്ഛൻ അകത്തേക്ക് കയറിയതും ഇരുവരും ബഹുമാനപൂർവ്വം ചെയറിൽ നിന്നും എഴുന്നേറ്റു. അദ്ദേഹം കൈകൾ കൊണ്ടിരിക്കാനെന്നതുപോലെ ആംഗ്യം കാണിച്ചു. നീണ്ട 24 വർഷം വേണ്ടി വന്നു അല്ലേ സാമുവൽ അലക്സിനെ കുറിച്ച് അന്വേഷിച്ചു വരാൻ? വിനയും ദാമോദറും അച്ഛൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നിങ്ങൾ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് വന്നത്? അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ കടുപ്പം തിരിച്ചറിഞ്ഞു അവർ. സാമുവൽ അലക്സ് എന്തുകൊണ്ടാണച്ചോ പകുതിയിൽ വെച്ച് പഠനം നിർത്തിയത്? അതുപോലെ ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ടെന്നറിയാൻ പറ്റുമോ? പകുതിയിൽ വെച്ച് പഠനം നിർത്തിയതല്ല സാമുവൽ, അവനെ കൊണ്ട് നിർത്തിച്ചതാണ്. പിന്നെ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും അറിയാം. പിടിതരാത്ത വിധത്തിലുള്ള അച്ഛൻ്റെ സംസാരം വിനയിൽ നീരസം നിറച്ചു. ഞാൻ പറയുന്നതൊന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അച്ഛൻ മുന്നിലിരിക്കുന്നവരെ നോക്കിയപ്പോൾ ദാമോദർ അത് ശരിവെക്കും വിധം തലയാട്ടി. അദ്ദേഹം ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. ഇതുപോലെയായിരുന്നു അവനും. എന്നുവെച്ചാൽ ആർക്കും പിടിതരാത്ത മനസ്സും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവമുള്ളവനായിരുന്നു സാമുവൽ അലക്സ്. അവനെക്കുറിച്ച് അറിയണം നിങ്ങൾ. എന്നാൽ മാത്രമേ അവൻ പഠിപ്പ് നിർത്തേണ്ടി വന്നത് എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. വിനയും ദാമോദറും അച്ഛനിൽ തന്നെ ശ്രദ്ധ ചെലുത്തി. സാമുവൽ അലക്സ് എന്ന് അവന് പേരിട്ടത് ഞാനാണ്. പള്ളിവകയുള്ള ഓർഫണേജിന് മുന്നിൽ കുഞ്ഞു പൈതലായ അലക്സിനെ കിടത്തിപ്പോയതാണ്. അവർ ആരെന്നോ എന്തെന്നോ ഒന്നും അറിയില്ല. അന്നു മുതൽ എൻ്റെ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്. തെറ്റ് കണ്ടാൽ അവൻ പ്രതികരിക്കും. അതിപ്പോ ആര് തന്നെ ആയാലും. അവൻ വളരുന്നതിനനുസരിച്ച് അവനിൽ പലവിധ മാറ്റങ്ങളും വന്നെങ്കിലും ഈ ഒരു സ്വഭാവം മാത്രം ഒരു മാറ്റവുമില്ലാതെ നിന്നു. അതുമൂലം അവന് ദോഷങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കോളേജിലെത്തിയപ്പോഴായിരുന്നു അവനെതിരെ ഒരുപാട് ശത്രുക്കൾ വന്നത്. അവന് തെറ്റാണെന്ന് തോന്നുന്നതിനൊക്കെയും അവൻ പ്രതികരിച്ചു. അവൻ ഡിഗ്രി 2nd ഇയർ അവസാനം എക്സാം നടക്കുന്ന സമയത്തായിരുന്നു അവൻ്റെ ബാച്ചിലെ ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. അതൊരു ആത്മഹത്യയല്ല എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ വാദം. അവൻ ശേഖരിച്ച തെളിവുകളൊക്കെയും വിരൽ ചൂണ്ടിയത് അവൻ്റെ ബാച്ചിൽ തന്നെയുള്ള കുറച്ച് കുട്ടികൾക്ക് നേരെയായിരുന്നു. അവരും ഇവനും എപ്പോഴും മുടക്ക് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തായിരുന്നു എപ്പോഴും തെറ്റുണ്ടായിരുന്നത്. കേസ് പോലീസിലെത്തിയെങ്കിലും പണമെറിഞ്ഞുകൊണ്ട് അവർ കേസ് മറിച്ചു. നീതിപീഠം കണ്ണടച്ചു നിന്നെങ്കിലും അവൻ തന്നെ അവർക്കുള്ള ശിക്ഷ വിധിച്ചു. അവനെ പിന്തിരിപ്പിക്കാനായില്ല എനിക്ക്. ഞാൻ അറിയാതെയാണ് അവനന്ന് രാത്രി അവരെ ലക്ഷ്യം വെച്ച് പോയത്. പക്ഷെ അന്ന് അവൻ പോലും അറിഞ്ഞില്ല അതവൻ്റെ അവസാനത്തെ യാത്രയാവുമെന്ന്. അന്ന് പോയതാ എൻ്റെ കുട്ടി. പിന്നെ ഞാൻ കണ്ടത് വെട്ടിനുറുക്കിയ അവൻ്റെ ശരീരഭാഗങ്ങളായിരുന്നു.
അച്ഛൻ പറഞ്ഞു നിർത്തിയപ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ടതുകൊണ്ട് തന്നെ ഇരുവരിലും ഞെട്ടലായിരുന്നു. അച്ഛന്റെ ഇരു കണ്ണുകളും നിറഞ്ഞിരുന്നു. ആരായിരുന്നു അതിനു പിന്നിൽ? വിനയ് ചോദിച്ചപ്പോൾ അച്ഛൻ അവരെ ഒന്ന് പുച്ഛത്തോടെ നോക്കി. ആരെ തേടിയാണോ അവൻ പോയത്, അവർ തന്നെയായിരുന്നു. കേസ് കൊടുത്തെങ്കിലും പണത്തിനു മുന്നിൽ പാവങ്ങളായ നമ്മളൊക്കെ പുഴുവാണല്ലോ. അതുകൊണ്ട് തന്നെ തേഞ്ഞുമാഞ്ഞു പോയെല്ലാം. അറിയില്ല ഇന്നു ആർക്കും അവൻ എവിടെയാണെന്ന്, അവനെന്ത് സംഭവിച്ചെന്നും. അങ്ങനെ തേഞ്ഞുമാഞ്ഞു പോവേണ്ട പേരല്ല എൻ്റെ കുട്ടിയുടെ. എനിക്കറിയാമായിരുന്നു ഒരിക്കൽ അവനെ തേടി ആരെങ്കിലുമൊക്കെ വരുമെന്ന്. നീണ്ട 26 വർഷം ഞാൻ കാത്തിരുന്നതും അതിനുവേണ്ടിയാണ്. അച്ഛനോട് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. സാമുവൽ അലക്സ് അന്ന് തിരഞ്ഞുപോയ ആളുകൾ ഇവരാണോ? ദാമോദരന്റെ കയ്യിൽ നിന്നും കേസ് ഫയൽ വാങ്ങിക്കൊണ്ട് അതിലുണ്ടായിരുന്ന ആളുകളുടെ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇവർ തന്നെയായിരുന്നു അത്. സാമുവൽ അലക്സിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ മാത്രം അയാൾക്ക് ബന്ധുക്കളൊന്നുമില്ലല്ലോ. രക്തബന്ധം വേണ്ടടോ ഓഫീസറെ. ചിലപ്പോൾ അതിനേക്കാളൊക്കെ മുകളിൽ ഒന്നുണ്ട്, സ്നേഹബന്ധം. സാമുവലിന് ഏറ്റവും കൂടുതലുള്ളതും അങ്ങനത്തെ ബന്ധങ്ങളായിരുന്നു. അതിലാരെങ്കിലും ആയിരിക്കാം. അച്ഛനെന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് ഒരു സഹായം കൂടെ ചെയ്തു തരണം. അന്ന് മരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് ഞങ്ങൾക്ക് തരണം. അതുപോലെ സാമുവൽ അലക്സിനൊപ്പം ഓഫനേജിലുണ്ടായിരുന്ന ആളുകളുടെയും ഡീറ്റെയിൽസ് ഒന്നുകൂടി വേണം. എടോ ജോണേ, താൻ ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേക്ക്. അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹം പുറത്തേക്ക് നടന്നു. ജോൺ, ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ. അയാൾ അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുത്തു. സർ, അന്ന് അർജുൻ മരിച്ച സമയം സാറ് കണ്ട ആള് തന്നെയാവുമോ ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഒരിക്കലുമല്ല ദാമോദർ, അയാൾ ശിങ്കിടി മാത്രമാണ്. അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അയാൾക്കൊന്നും അറിയില്ലെന്നായിരിക്കും അയാളുടെ മറുപടി. പക്ഷെ നമ്മൾക്ക് വേണ്ട ആളെക്കുറിച്ച് ഇതിലുണ്ടാകും. കയ്യിലുള്ള ഫയൽ ഉയർത്തി കാണിച്ചുകൊണ്ട് വിനയ് പറഞ്ഞു. വിനയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ലെങ്കിലും അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് ഇതിനോടകം തന്നെ ദാമോദർ മനസ്സിലാക്കിയെടുത്തു. ഹോസ്പിറ്റലിൽ നിന്നും അലനെ ഡിസ്ചാർജ് ചെയ്തു. അവനെ സുരക്ഷിതമാക്കേണ്ടതുകൊണ്ട് തന്നെ അവനെ കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടില്ല വിനയ്. വിനയുടെ വീട്ടിലേക്കായിരുന്നു അവനെ കൂട്ടിക്കൊണ്ടുപോയത്. വിനയ് കയ്യിലുള്ള ഫയൽ മറിച്ചു നോക്കി. അതിലാദ്യം തന്നെ ഉണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത പെൺകുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ശാലിനി. അമ്മയും അച്ഛനുമില്ല. ആകെ കൂടെയുള്ളത് ഒരു സഹോദരൻ അലോഷി. ശാലിനിയുടെ മരണശേഷം അവനെ ആരും കണ്ടിട്ടില്ല. ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ശാലിനിയുടെ ഡാറ്റയിലുണ്ടായിരുന്ന അഡ്രസ്സ് പ്രകാരം അവളുടെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം സാമുവൽ അലക്സ് അയാൾക്ക് വേണ്ടി പകവീട്ടാൻ മാത്രം ആരായിരിക്കും? വിനയ് മറ്റു പേജുകളും മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു നോക്കി. സാമുവൽ, അവനോട് അടുപ്പമുള്ളവർ വളരെ ചുരുക്കം പേരാണത്രേ. അവരിൽ ഒരാളായിരുന്നു ജോൺ. പിന്നെയുള്ളത് മാത്യു. മാത്യു എവിടെയാണെന്ന് ജോണിന് അറിയില്ല. പഠനകാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ ഇപ്പോൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ജോൺ, അയാൾ പള്ളിയും കോളേജുമായിട്ട് സമയം ചെലവിടുന്ന മനുഷ്യൻ. ഭാര്യയും മകളും മാത്രമുള്ള കൊച്ചു കുടുംബമാണ് അയാളുടേത്. വിനയുടെ ആലോചനകൾ വീണ്ടും പലയിടങ്ങളിലായിട്ട് അലഞ്ഞു തിരിഞ്ഞു. സർ, ഇതാണ് ഫൈനൽ വർക്ക്. ആ കുട്ടി പറഞ്ഞു തന്നതുപോലെ തന്നെയാണ് ഞാൻ വരച്ചത്. ഇയാളെ തന്നെയാണ് ആ കുട്ടി കണ്ടതെന്നാണ് പറയുന്നത്. ഒരാളുടെ രേഖാചിത്രം വിനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആർട്ടിസ്റ്റ്. വിനയ് അത് വാങ്ങിക്കൊണ്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രതീക്ഷിച്ച ആളെ കണ്ടതുകൊണ്ട് തന്നെ വിനയിൽ വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു. അവൻ ആ ചിത്രം ദാമോദരന് നേരെ നീട്ടി. അയാൾ അതിലേക്ക് നോക്കിയതിന് ശേഷം വിനയുടെ മുഖത്തേക്ക് നോക്കി. സർ, നമുക്ക് അയാളെ പൊക്കിയാൽ പോരെ? ഡീറ്റെയിൽസ് എല്ലാം അയാളിൽ നിന്ന് കിട്ടും. അയാളെ നമ്മൾ പൊക്കിയാൽ അത് ശരിക്കും കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ആവും. അയാളെ വീക്ഷിക്കാൻ ആളെ ഏർപ്പാട് ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവൻ ആരായാലും നമുക്കുടനെ തന്നെ കണ്ടെത്താനാവും എന്നാണ് എൻ്റെ വിശ്വാസം. വിനയിലെ ആത്മധൈര്യം ദാമോദറിലേക്കും പകർന്നു. ദാമോദർ, നമുക്കൊന്ന് അലൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. പക്ഷെ നമ്മൾ പോകുന്നത് മറ്റൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം അലൻ രക്ഷപ്പെട്ടു എന്നത് അയാൾ അറിയരുത്. വിനയ് പലതും കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ സർ, നമ്മൾ എന്ത് കേസ് അന്വേഷിച്ചു പോവും സർ? സാർ എന്താ ഉദ്ദേശിച്ചത്? ഡ്രഗ് കേസ്. അവിടെ ആരും അറിയാതെ അങ്ങനെ ഒന്ന് കൊണ്ടുപോയി വെക്കണം. പക്ഷെ അത് ഒറിജിനൽ ആവരുത്. മനസ്സിലായോ ദാമോദർ? മനസ്സിലായി സർ. ഞാൻ ഇന്ന് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഗുഡ്. നാളെ തന്നെ അവിടേക്ക് തിരിക്കണം. ഇനിയും സമയം വൈകിക്കൂടാ. നിരപരാധികളായ കുട്ടികൾ ഇനിയും ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത്. ഓക്കെ സർ. ദാമോദർ സല്യൂട്ട് അടിച്ചുകൊണ്ട് വിനയുടെ ക്യാബിനിൽ നിന്ന് പോയി.
രാവിലെ തന്നെ വിനയും ദാമോദറും സ്ക്വാഡുമായി അലൻ രക്ഷപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പുറത്തുനിന്നും പൂട്ടിയ നിലയിലുള്ള ഒരു കെട്ടിടമായിരുന്നു പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ. സെർച്ച്. വിനയ് കമാൻഡ് ചെയ്തതും പോലീസ് 4 ഭാഗവും പരിശോധിക്കാൻ തുടങ്ങി. വിനയ് ദാമോദരനെ നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അതിന്റെ ലോക്ക് പൊട്ടിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്നു. അകത്തു കയറിയതും കണ്ടത് ഹാളിൽ ഒരു മൂലയിലായി കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെയായിരുന്നു. ദാമോദറും മറ്റു 2 കോൺസ്റ്റബിളും കൂടെ അയാളെ പോയി തട്ടി വിളിച്ചു. അയാൾ അനക്കമൊന്നുമില്ലാതെ കിടക്കുകയായിരുന്നു. ദാമോദർ അയാളെ തിരിച്ചു കിടത്തി. വിനയ് അയാൾക്ക് അരികിലേക്ക് നടന്നെടുത്തു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെയായിരുന്നു വിനയുടെയും ദാമോദറിന്റെയും അവസ്ഥ. അയാൾക്കരികിലായി കിടക്കുന്ന സിറിഞ്ചും മരുന്നും കാണേ കോൺസ്റ്റബിൾസിന്റെ കയ്യിൽ നിന്നും ഗ്ലൗസ് വാങ്ങിയിട്ടുകൊണ്ട് വിനയ് എടുത്തു നോക്കി. ദാമോദർ, ഇയാൾ മയങ്ങിക്കിടക്കുന്നതാണ്. ഹൈഡോസ് മരുന്നാണ് ഇയാൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത്. ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഉടനെ തന്നെ. വിനയ് പറഞ്ഞതുപോലെ തന്നെ അയാളെ അവിടെ നിന്നും കൊണ്ടുപോയി. എല്ലാ വാതിലും പൂട്ടിക്കിടക്കുകയായിരുന്നു. വിനയ് പറഞ്ഞതനുസരിച്ച് എല്ലാ വാതിലിന്റെയും പൂട്ട് തകർത്തു. വിനയ് ആദ്യം കണ്ട മുറിയിലേക്കാണ് പോയത്. ചുമരിലെല്ലാം തന്നെ പല വാക്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. മുറിയിൽ വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വിനയ് അടുത്ത മുറിയിലേക്ക് കയറി. അവിടെ ചുമരിൽ നിറയെ സാമുവൽ അലക്സിന്റെ ഫോട്ടോസ് ആയിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ നടുവിലായിട്ട് JAM എന്ന് വലുതായി എഴുതി വെച്ചിട്ടുണ്ട്. വിനയ് വീണ്ടും ആ മുറിയാകെ കണ്ണോടിച്ചു. വേറെയൊന്നും അവനവിടെ നിന്നും കണ്ടെത്താനായില്ല. ദാമോദരനോട് പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം ഫോട്ടോ എടുപ്പിച്ചു. അവിടെ നിന്ന് അടുത്ത മുറിയിൽ കയറിയപ്പോൾ തന്നെ വിനയും കൂടെയുണ്ടായിരുന്ന പോലീസുകാരും ദുർഗന്ധം കാരണം മാസ്ക് വെച്ചു. എല്ലാവരും ഗ്ലൗസ് ധരിച്ചുകൊണ്ടാണ് അവിടേക്ക് കയറിയത്. ആ മുറിയുടെ നടുവിലായിട്ട് ഒരു കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അവിടെ എന്തോ ഉള്ളതുപോലെ തോന്നി അവർക്ക്. അതിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലായിരുന്നു. ദാമോദർ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ചുറ്റിലും നോക്കിയപ്പോൾ ഒരു സ്വിച്ച് കണ്ടു. ദാമോദർ സ്വിച്ച് ഓൺ ചെയ്തതും അവിടെ ഒരു കുഞ്ഞു ബൾബ് പ്രകാശിച്ചു. കട്ടിലിലേക്ക് നോക്കിയ ഇവരിലും നടുക്കമായിരുന്നു. വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങളായിരുന്നു അവ. ആ കാഴ്ച ഏവരിലും നടുക്കമായിരുന്നു. സർ, ദാമോദർ വിനയെ വിളിച്ചു. ആ കാഴ്ച ഇവരിലും മനം പുരട്ടൽ വരും വിധത്തിലുള്ളതായിരുന്നു. മൊത്തത്തിലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ദാമോദരനോട് പറഞ്ഞുകൊണ്ട് വിനയ് പുറത്തേക്കിറങ്ങി. പിന്നെയുള്ള മുറികളൊക്കെയും ഒഴിഞ്ഞുകിടക്കുന്നവയായിരുന്നു. അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു അവർ പോയത്. ബോഡി 2 ദിവസത്തെ പഴക്കമുണ്ട്. പിന്നെ അതൊരു പുരുഷന്റെയാണ്. ഒരു 40-50 വയസ്സുള്ള ഒരാളുടേത്. മരണം നടത്തിയിരിക്കുന്നത് ഹൈഡോസ് വിഷം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ്. വിനയ് ഡോക്ടർ പറയുന്നതെല്ലാം തന്നെ ശ്രദ്ധിച്ചു കേട്ടു നിന്നു. സർ, ഇത് ആരുടെ ബോഡിയാവും? മുഖം പോലും വികൃതമാക്കിയത് കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സുകുമാരന് ബോധം വന്നില്ലേ? അവന് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ ഇനി. അവൻ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഉണരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ IG ഓഫീസിൽ പോയി ഒന്ന് വരാം. സാറ് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ സർ. വിനയ് IG ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. എടോ, ഇന്ന് വീണ്ടും ബോഡി കിട്ടി. എന്നിട്ടും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായില്ലേ? മീഡിയാസ് രാവിലെ മുതൽ തടിച്ചുകൂടി നിൽക്കുന്നതാണ് പുറത്ത്. ഇനി ഈ ന്യൂസ് കൂടെ അവർക്ക് കിട്ടിയാൽ കോളം തികയും. സർ, കേസിന്റെ സീരിയസ്നെസ് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാവുന്നതല്ലേ? സാമുവൽ അലക്സിലേക്കാണ് കൊലയാളി എത്തുന്നത്. കേസ് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്. കാണാതായ കുട്ടികളുടെ പേരൻസിനോടുള്ള പകയാണ് കുട്ടികളിലൂടെ അയാൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. സംശയമുള്ളവരെയൊക്കെ നിരീക്ഷിക്കുകയാണ്. ഒരുവനെ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. അവൻ ഉണർന്നാൽ മാത്രമേ ഇന്ന് കിട്ടിയ ബോഡി പോലും ആരുടേതാണെന്ന് അറിയാൻ പറ്റൂ. 5 ദിവസം കൂടി തനിക്ക് തരുന്നു. അതിനുള്ളിൽ കാണാതായ പെൺകുട്ടിയെയും കൊലയാളിയെയും കണ്ടെത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം കേസ് അന്വേഷണത്തിന് വേറെ ആളെ നിയമിക്കും. ഇത് എൻ്റെ ഓർഡർ അല്ല, മുകളിൽ നിന്നുള്ളതാണ്. ഓക്കെ സർ. എനിക്ക് നൽകിയ 5 ദിവസം. അതിനുള്ളിൽ തന്നെ ഞാൻ ഈ കേസ് തെളിയിച്ചിരിക്കും. ഗുഡ്. തൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. IG സല്യൂട്ട് ചെയ്തുകൊണ്ട് വിനയ് അവിടെ നിന്നും ഇറങ്ങി. തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവൻ പോയത്. സർ, അയാൾ ഉണർന്നിട്ടുണ്ട്. വിനയെ കാണെ ദാമോദർ അവനടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യം അവനെ ഒന്ന് കാണട്ടെ, ദാമോദരനോട് പറഞ്ഞുകൊണ്ട് വിനയ് അയാൾ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സ് വിനയെ കാണെ സല്യൂട്ട് ചെയ്തു. വിനയ്ക്ക് പുറകിലായി ദാമോദറുമുണ്ടായിരുന്നു. വിനയും ദാമോദരനെയും കാണെ സുകുമാരന്റെ ചെന്നിയിൽ കൂടി വിയർപ്പൊഴുകി. എടോ ദാമോദർ, നമ്മളെ സുകുമാരൻ സാർ മറന്നിട്ടില്ലാട്ടോ. കണ്ടില്ലേ, നമ്മളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞത്. അതെ അതെ, സുകുമാരൻ ഒറ്റയ്ക്ക് എങ്ങനെ സാധിച്ചു ഇത്രയും പേരെ കൊല്ലാൻ? വിനയ് അവനിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. സാറേ, ഞാനല്ല,
ഞാനാരെയും കൊന്നിട്ടില്ല. അയാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. സുകുമാരൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്തുനിന്ന് തന്നെ അയാളുടെ ഉള്ളിലെ ഭയം ഇരുവർക്കും തിരിച്ചറിയാൻ പറ്റി. പിന്നെ ആരാണ് കൊലയാളി? എന്തിനു വേണ്ടിയാണ് അയാൾ പറഞ്ഞതൊക്കെയും ചെയ്തു കൊടുത്തത്? ഞാൻ പറയാം സാറേ, എനിക്കറിയാവുന്ന എല്ലാ കാര്യവും പറയാം. അയാൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അയാളെ തന്നെ ഉറ്റുനോക്കി വിനയ്. എന്റെ മകനെ വെച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അർജുൻ കുഞ്ഞിന്റെ വീട്ടിലെ ചാവി ആരും അറിയാതെ ഞാൻ എടുത്തു കൊടുത്തത്. പിന്നെ അതുപോലെ അലൻ കുഞ്ഞിന്റെയും നമിത കുഞ്ഞിന്റെയും വീട്ടിൽ പുസ്തകം കൊണ്ടുവച്ചതും. അർജുന്റെ വീട്ടിലെ എയർ ഹോളിൽ അതേ വാക്യം എഴുതിയ കടലാസ് കൊണ്ടുവച്ചതും നീയല്ലേ? അയ്യോ അല്ല സാറേ, അവിടുത്തെ ചാവി ഞാൻ ഒപ്പിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മകനാണ് സത്യം. അയാൾ ആരാണെന്നറിയുമോ നിനക്ക്? അയാൾ എന്റെ മുന്നിൽ വന്നത് മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായിരുന്നില്ല. അർജുൻ കുഞ്ഞിന്റെ ബോഡി കണ്ടെത്തിയതിനു ശേഷം അയാൾ നേരിൽ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അന്നാണ് സാറേ അയാളുടെ മുഖം ഞാൻ കണ്ടത്. നിന്റെ മകനെ എന്നിട്ട് അയാൾ വിട്ടുതന്നോ? അതോ ഇപ്പോഴും അയാളുടെ അടുത്താണോ ഉള്ളത്? അല്ല സാറേ, അവൻ എൻ്റെ വീട്ടിലുണ്ട്. സത്യങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിൽ എന്നെ ജീവിക്കാൻ വിടുമെന്നാണ് പറഞ്ഞത്. സത്യം പുറത്തു പറഞ്ഞ കുടുംബത്തോടെ കൊന്നുകളയുമെന്ന്. അലൻ രക്ഷപ്പെടാനുള്ള സഹായം ചെയ്തു കൊടുത്തത് എന്തുകൊണ്ടാണ്? ഉറ്റ സുഹൃത്തിന്റെ മകനായതുകൊണ്ടാണോ? അർജുൻ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊല്ലാനാവുമെന്ന് കരുതിയില്ല സാറേ. അവനെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനാവുമെന്നാണ് കരുതിയത്. എന്നാൽ കുഞ്ഞിന്റെ ബോഡി കണ്ടപ്പോഴാ ചെയ്തത് എത്ര വലിയ പാപമാണെന്ന് ഓർത്തത്. സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടെ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെയല്ലേ ബലിയാടാക്കിയത്. അതുകൊണ്ടാണ് അലൻ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്. നമിത എവിടെയാണ് പൂട്ടിയിട്ടുള്ളത്? അത് നിനക്കറിയുമോ? അതറിയില്ല സർ. അയാൾക്ക് വേറെ എവിടെയോ താവളമുണ്ട്. അവിടെയാണ് ആദ്യം തന്നെ അലനെയും അർജുനെയും കൊണ്ടുപോയത്. അവിടെ നിന്നും അയാൾ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഇന്ന് നിങ്ങൾ കണ്ട സ്ഥലത്തേക്ക് വരികയുള്ളൂ. അല്ല, നീ പിന്നെ എന്തിനാണ് അവിടേക്ക് പോയത്? അത് ഇന്നലെ വിളിച്ചു എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. പോവാതെ ഇരുന്നാൽ ഇനിയും എൻ്റെ കുടുംബത്തിന് നേരെ വല്ല അക്രമവും ഉണ്ടാവുമെന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ പോയി ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ ഒരു ചാക്കും വലിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. അതാരാവുമെന്നറിയാൻ ഞാൻ നോക്കി നിന്നു. അയാൾ ചാക്കിന്റെ കെട്ടഴിച്ചുകൊണ്ട് അതിലുണ്ടായിരുന്ന ആളെ അതിൽ നിന്ന് പുറത്തേക്കിറക്കി. ആകെ അവശനായിരുന്നു അയാൾ. ഒരു 10-40 മേലെ പ്രായമുണ്ടാവും. അയാളെ മുന്നേ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇല്ല സർ. അയാളുടെ മുഖം വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചതിന് ശേഷം അതിന് മറുപടി പറഞ്ഞു സുകുമാരൻ. ദാമോദർ, ഇയാളെ എത്രയും പെട്ടെന്ന് ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ സർ. വിനയ് പുറത്തേക്കിറങ്ങി. ദാമോദർ അയാളെ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ പറഞ്ഞു കൊടുത്തതുപോലെ രേഖാചിത്രം തയ്യാർ ചെയ്തു ആർട്ടിസ്റ്റ് നീട്ടിയ 2 പേപ്പറിൽ ഒന്നിൽ നോക്കവേ ദാമോദരന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എടോ, തനിക്കുറപ്പാണോ താൻ കണ്ടത് ഇയാളെ തന്നെയാണോ? ഒന്നുകൂടി ഉറപ്പിക്കാൻ എന്ന പോലെ ദാമോദർ സുകുമാരനോട് ചോദിച്ചു. എനിക്കുറപ്പാണ് സാറേ. ഒരു തവണ മാത്രമാണ് ഞാൻ കണ്ടെങ്കിലും പക്ഷേ അതൊരിക്കലും ഞാൻ മറക്കില്ല. ഇയാളാണ് എല്ലാ കുറ്റകൃത്യവും ചെയ്തത്. പിന്നെ ആ 2ാമത്തെ ആളെയാണ് ഇന്നലെ ഇയാൾ അവിടെ കൊണ്ടുവന്നത്. ദാമോദർ അയാളെ സെല്ലിൽ അടച്ചുകൊണ്ട് ഉടൻ വിനയെ ഫോൺ ചെയ്തു. അല്പം കഴിഞ്ഞതും വിനയ് സ്റ്റേഷനിലെത്തി. ദാമോദർ നീട്ടിയ പേപ്പർ നിവർത്തി നോക്കവേ വിനയിലും ഞെട്ടലായിരുന്നു. സാമുൽ അലക്സ്. വിനയിൽ നിന്നും ആ പേരുദ്രവേ ദാമോദർ ഇനി എന്ത് എന്നതുപോലെ നോക്കി. സർ, അപ്പോൾ അച്ഛൻ നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നു. ഇയാൾ മരിച്ചില്ലെങ്കിൽ പിന്നെ അച്ഛൻ പറഞ്ഞത്? നമുക്കുടനെ തന്നെ ഫാദറിനെ കാണാൻ പോണം. പിന്നെ ഇയാൾ ആരാണെന്ന് മനസ്സിലായോ? വിനയ് മരണപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ ദാമോദറിന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. യെസ് സർ. ഇയാൾ സെന്റ് തെരേസസ് കോളേജിലെ വുമൻസ് ഹോസ്റ്റലിൽ കുറച്ചുകാലം വാച്ച്മാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാതെ വന്നിട്ട് 5 ദിവസമായി. കോട്ടയത്ത് തന്നെയാണ് താമസം. ഭാര്യയും ഒരു മകനുമുണ്ട്. നമുക്ക് ഫാദറിനെ വീണ്ടും കാണണം. ഇനിയുള്ള ഉത്തരം നൽകാൻ ഫാദറിന് മാത്രമേ പറ്റുള്ളൂ. സെന്റ് തെരേസസ് പള്ളിയിലേക്കായിരുന്നു വിനയും ദാമോദറും പോയത്. ഫാദറിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വിസിറ്റിംഗ് റൂമിലായി ഇരിക്കുകയായിരുന്നു ഇരുവരും. ഫാദർ ഗബ്രിയേൽ ഇരുവർക്കും അഭിമുഖമായി വന്നിരുന്നു. നിങ്ങൾ വീണ്ടും ഈയുള്ളവനെ തേടി വന്നത് എന്തിനാണെന്ന് പറഞ്ഞാലും? ഫാദർ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളക്കഥകളായിരുന്നു അല്ലേ? മരിച്ചു എന്ന് മുദ്രകുത്തിയാൽ അയാളെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചോ? വിനയുടെ ചോദ്യം മനസ്സിലാവാത്തതുപോലെ അവനെ തന്നെ നോക്കിയിരുന്നു ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ സാമുൽ അലക്സ് അയാൾ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അയാളാണ് ഇപ്പോൾ മരിച്ച കുട്ടികളൊക്കെയും കൊലപ്പെടുത്തിയത്. താൻ പറയുന്നത് എന്റെ കുട്ടി മരിച്ചില്ലേ? അവൻ ജീവനോടെയുണ്ടോ? അപ്പോ
ഇനിയും എന്തിനാണ് ഫാദർ ഈ നാടകം? നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം. എടോ ഓഫീസറെ, എനിക്ക് തന്നോട് കളവ് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാവുന്ന കാര്യം അത് ആർക്കു മുന്നിലും നെഞ്ചി വിരിച്ചെന്ന് തന്നെ പറയും. സാമുവൽ മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത്. കാരണം അവന്റെ വെട്ടിനുറുക്കിയ ശരീരം ഇന്നും എൻ്റെ കൺമുമ്പിൽ മികവോടെയുണ്ട്. ആരും അറിയാതെയാണ് എൻ്റെ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അവന്റെ കല്ലറ ഇന്നും ഈ പള്ളി സെമിത്തേരിയിലുണ്ട്. ഫാദർ പറഞ്ഞു നിർത്തി. വിനയ് വിരലുകൾ നെറ്റിയിൽ വെച്ചുകൊണ്ട് ആലോചനയിൽ മുഴുകി. നിങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കുറപ്പുണ്ട് അലക്സ് ജീവനോടെ ഇല്ല എന്നതിൽ. അവനിൽ ചെറുജീവനെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരുമായിരുന്നു. അവൻ ചെയ്യേണ്ട ദൗത്യം അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് ഇതുപോലെ ഒളിച്ചു കളിച്ചുകൊണ്ടല്ല, നെഞ്ചു വിരിച്ചുകൊണ്ട് കുറ്റകൃത്യം നടത്തിയവരോട് തന്നെ എതിരിടുമായിരുന്നു. അല്ലാതെ ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടില്ല അവൻ. വീണ്ടും ഫാദർ ഗബ്രിയേൽ പറഞ്ഞു. അതുകൂടെ കേൾക്കെ വിനയിലും ദാമോദറിലും സംശയങ്ങൾ നിറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര തിരിച്ചു. സർ, ഇതിപ്പോ വീണ്ടും നമ്മളെ കുഴപ്പിക്കുന്ന കേസാണല്ലോ. സുകുമാരൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അയാൾ കണ്ടത് അലക്സിനെ തന്നെയാണെന്ന്. വിനയ് അതുവരെയും കളക്ട് ചെയ്ത ഡാറ്റ മുഴുവനും എടുത്തുകൊണ്ട് പരിശോധിച്ചു. എന്തെങ്കിലും ഒരു തുമ്പ് എവിടെയെങ്കിലും ഒളിഞ്ഞുകിടപ്പുണ്ടാവുമെന്ന് അവന് ഉറപ്പായിരുന്നു. അന്ന് സുകുമാരനെ അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നും എടുത്ത ഫോട്ടോസ് ഓരോന്നും സൂക്ഷ്മമായി നോക്കിയിരുന്നു അവൻ. JAM എന്ന 3 അക്ഷരത്തിൽ കുടുങ്ങി നിന്നു വിനയുടെ മിഴികൾ. വിനയ് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ദാമോദറിന് നേരെ നീട്ടി. ദാമോദർ, തനിക്ക് ഈ വാക്യം കണ്ടിട്ട് എന്തു തോന്നുന്നു? ബ്ലഡിനെ സൂചിപ്പിക്കുന്നതാണോ സർ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോ ദാമോദർ, ഇതൊരു കോഡാണ്. അതെന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്കുടൻ തന്നെ കൊലയാളിയിലേക്ക് എത്താൻ പറ്റും. ഇതുവരെയും മരണപ്പെട്ടവരുടെ പേരുകളല്ല, മറ്റെന്തോ ഒന്നാണ്. വിനയ് ആലോചനയോടെ പറഞ്ഞു നിർത്തി. ദാമോദരം ഓരോ കാര്യങ്ങളും ഓർത്തു നോക്കി. എന്നാൽ അവന് കാര്യമായി ഒന്നും കിട്ടിയില്ല. വിനയ് ഒരു പേപ്പർ എടുത്തുകൊണ്ട് അതിലാദ്യം തന്നെ JAM എന്ന വാക്യം എഴുതി വെച്ചു. അതിലേക്ക് തന്നെ നോക്കിയിരുന്ന വിനയുടെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. യെസ്, ഗോട്ട് ഇറ്റ്, ദാമോദരനെ നോക്കിക്കൊണ്ട് വിനയ് പറഞ്ഞു. ദാമോദരന് ഒന്നും കത്തിയില്ല. അവൻ വിനയ് ചെയ്യുന്നത് സൂക്ഷ്മമായി നോക്കി. എടോ ദാമോദർ, ഈ ഫോട്ടോ താനൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതിൽ A എന്നതിൻ്റെ അടിയിൽ ചെറുതായി വേറെയും എന്തോ ഒന്നുകൂടിയില്ലേ? ലാപ്പിൽ മാക്സിമം സൂം ചെയ്തുകൊണ്ട് ലാപ്പ് അവന് നേരെ തിരിച്ചു വിനയ്. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദാമോദരം കണ്ടു. അതെ സർ, സാറ് പറഞ്ഞതുപോലെ എന്തോ ഒന്നുണ്ട്, പക്ഷേ വ്യക്തമാവുന്നില്ല. നമുക്കവിടെ ഒന്നുകൂടെ പോണം. വിനയ് ദാമോദരനോട് നാളെ അവിടേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. കോളിംഗ് ബെല്ലടിച്ചതും വാതിൽ തുറന്നു കൊടുത്തു അമ്മ ശോഭന. അവരുടെ മുഖത്തെ തെളിച്ചക്കുറവ് കാണേ അതിന്റെ കാരണം എന്തെന്നറിയുവാൻ അവരോട് തന്നെ ചോദിച്ചു വിനയ്. എന്തു പറ്റി അമ്മേ, സുഖമില്ലേ? എനിക്കല്ല മോനെ സുഖക്കുറവ്, നിന്റെ ഭാര്യക്കാണ്. അവൾക്ക് അവിടെ എന്ത് സുഖക്കുറവ്? ഇവിടേക്ക് വരാൻ ഓരോ കാരണം കണ്ടുപിടിക്കുന്നതാകും, അവൻ നിസ്സാരമായി പറഞ്ഞു നിർത്തി. നിനക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നീ എങ്ങനെ അവളെ കാണണമെന്നില്ല. പക്ഷേ ഒന്ന് നീ ഓർത്തോ, നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കുന്ന തിരക്കുള്ള നല്ലൊരു ഓഫീസറായിരിക്കും നീ. എന്നാൽ ജീവിതത്തിൽ നീ ഒന്നുമല്ല മോനെ. പിന്നെ മോൻ പറഞ്ഞല്ലോ അവൾക്ക് എന്താണ് സുഖക്കുറവെന്ന്. അവൾക്ക് 2 ദിവസമായിട്ട് വീണ്ടും പനിയും ഛർദിയുമാണ്. ഇന്നവളുടെ വാർഡൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞതുപോലും. വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും അവിടേക്ക് ചെല്ലാൻ അവർ പറഞ്ഞു. എന്തു മറുപടിയാണ് ഞാൻ അവർക്ക് നൽകേണ്ടത്? തെറ്റിദ്ധാരണയുടെ പുറത്ത് താലി കെട്ടിയവളെ മനുഷ്യജീവിയായിട്ട് പോലും പരിഗണിക്കാത്ത തിരക്കേറിയ ഭർത്താവാണ് അവളെ കൊണ്ടുവരാൻ ഉള്ളതെന്നു അവർ പറയുന്നതിന് ഉത്തരമൊന്നും നൽകാനാവാതെ നിന്നു വിനയ്. എന്തേ, ഒന്നും പറയാനില്ലേ നിനക്ക്? ഇവിടെയൊന്നും കോളേജില്ലാത്തതുപോലെ കണ്ണൂരിൽ കൊണ്ടുപോയി ചേർത്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് പോലും ഒന്നും കാണാൻ പോകാൻ പോലും പറ്റുന്നില്ല. അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വിനയ് സെറ്റിയിലിരുന്നു. അവന്റെ മനസ്സെന്തുകൊണ്ടോ അസ്വസ്ഥത കൊണ്ട് നിറയാൻ തുടങ്ങി. മായയുടെ മുഖം അവന്റെ ഉള്ളിൽ തെളിയവേ അവനിൽ ചെറുവേദന പടർന്നു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് മുകളിലേക്ക് നടന്നു. കുളിച്ചിറങ്ങി ലാബിൽ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിനയ്. അലനെ അവന്റെ വീട്ടിൽ തന്നെ ആരും അറിയാതെ എത്തിച്ചിരുന്നു വിനയ്. ഓരോ മെയിൽ നോക്കി വരുമ്പോഴാണ് JAM എന്ന് തുടങ്ങുന്ന മെയിൽ കാണുന്നത്. അവൻ ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്തു. വിനയ് സർ, എന്നെ തേടി അലയുകയാണെന്ന് ഞാൻ അറിഞ്ഞു. വൈകാതെ തന്നെ സാറിന് മുന്നിൽ ഞാൻ വരും. അപ്പോഴേക്കും ചെയ്തു തീർക്കാൻ കുറച്ച് പണിയുണ്ട്. പാപത്തിന്റെ കണക്ക് ചോദിക്കാൻ വന്നവനാണ് ഞാൻ. അത് ചോദിക്കാതെ ഒരു മടക്കമില്ല എനിക്ക്. ഇത്രയുമായിരുന്നു അതിലുണ്ടായിരുന്നത്.
വിനയ് ആലോചനയോടെ കസേരയിൽ ചാരിക്കിടന്നു. അവന്റെ ചിന്തകളിൽ പലതും വന്നുപോയി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു അവന്റെ ഭാവം. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ വിനയ് യാത്ര തിരിച്ചു. അമ്മ ശോഭന അവനോടുള്ള പിണക്കം കാരണം എവിടേക്കാണ് പോകുന്നതെന്നതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. പുലർക്കാല മഞ്ഞിനെ വകവയ്ക്കാതെ അവൻ യാത്ര തിരിച്ചു കണ്ണൂരിലേക്ക്, മായയുടെ അടുത്തേക്ക്. ഉച്ചയോടടുത്തിരുന്നു അവിടെ എത്തുമ്പോൾ. അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് വാർഡനെ കണ്ട് സംസാരിച്ചു. അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും വാർഡനും വേറെ ഒരു കുട്ടിയും കൂടി കൈപിടിച്ചുകൊണ്ട് വരുന്നവളെ കാണേ ഓർമ്മയിൽ വന്നത് ഇന്നലെ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇത്രയും വയ്യായികയായിട്ടുകൂടി അവൾ വിളിക്കാതെ നിന്നത് എന്റെ അവഗണന ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. അതോർക്കവേ അവനിൽ ചെറു നോവ് പടർന്നു. ഒരിക്കൽ അനിയത്തിയായും സുഹൃത്തായും കണ്ടവളാണ് ഇന്ന്. അവളെ അവർ തന്നെ കാറിൽ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. അവളുടെ കുഞ്ഞു ബാഗ് അവരിൽ നിന്ന് മേടിച്ചുകൊണ്ട് പിറകിൽ വെച്ചു. പിന്നെ യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. പോവാം അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് മൂളി. അതിനെ പോലും അവൾക്കാവുന്നില്ലെന്ന് തോന്നി. അത്രയും തളർന്ന സ്വരം. വണ്ടി മുന്നോട്ടെടുത്തപ്പോഴേക്കും അവൾ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. ഇടയ്ക്ക് മായ മയക്കം വിട്ടുണർന്നെങ്കിലും കണ്ണു തുറന്ന് അതേ കിടപ്പ് കിടന്നു. കോഴിക്കോട് കഴിഞ്ഞതും വഴിയരികിൽ കണ്ടൊരു തട്ടുകടയോട് ചേർത്ത് വണ്ടി നിർത്തി വിനയ്. അവൻ സീറ്റ് ബെൽറ്റ് മാറ്റുന്നത് കണ്ട് എവിടെയാണ് നിർത്തിയതെന്നറിയുവാനായിട്ട് എഴുന്നേറ്റിരുന്നു മായ. തട്ടുകട കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാനാവുമെന്ന് ഊഹിച്ചു അവൾ. ഒരു കുപ്പി വെള്ളവുമായി അവളുടെ അടുത്തേക്ക് വന്നു. ഡോർ തുറന്നുകൊണ്ട് അവൾക്ക് നേരെ ബോട്ടിൽ നീട്ടി. അത് വാങ്ങിക്കൊണ്ട് അവൾ മുഖവും വായവും കഴുകി അല്പം കുടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഒരു പ്ലേറ്റ് ദോശ അവൾക്കായി കൊണ്ടുവന്നു അവൻ. അത് അവൾക്ക് നേരെ നീട്ടിയതും ഒന്നും മിണ്ടാതെ വാങ്ങി കഴിച്ചു. ഒരു ഗ്ലാസ് ചായ കൂടി വാങ്ങി കുടിച്ചതിന് ശേഷം വീണ്ടും അവർ യാത്ര തുടങ്ങി. എറണാകുളം ബോർഡർ എത്തുമ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. മായ അതിനിടെ വീണ്ടും ഉറങ്ങിയിരുന്നു. മെഡിസിന്റെ ഡോസ് കാരണമാണ് അവളുടെ മയക്കമെന്നറിയാവുന്നത് കൊണ്ട് അവളെ വിളിച്ചുണർത്തിയില്ല അവൻ. വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തി. അവൻ എവിടെ പോയതാണെന്ന് അറിയാത്തതുകൊണ്ട് അവൻ വരുന്നത് നോക്കി തന്നെ കോലായിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ശോഭന. വിനയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായി. അപ്പോഴാണ് അവരുടെ മിഴികൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വിനയ് പിടിച്ചിറക്കുന്ന മായയെ കണ്ടത്. മായയെ കണ്ടതോടെ അവരുടെ മിഴികൾ തിളങ്ങി. എന്നാൽ ക്ഷീണിച്ചവളുടെ കോലം കാണെ അവർ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവളെ താങ്ങിപ്പിടിച്ചു. പനി കുറവില്ലേ മോളെ? അകത്തേക്ക് കയറുന്നതിനിടയിലായി അവർ ചോദിച്ചു. കുറവുണ്ടായിരുന്നു, ഇപ്പോൾ യാത്ര ചെയ്തതുകൊണ്ടാവും കൂടിയത്. അവരെ നോക്കി അവൾ മറുപടി പറഞ്ഞു. മോള് വാ, അമ്മയുടെ ഒപ്പം കിടന്നാ മതി, മുകളിൽ കയറണ്ട, അമ്മ ചുക്കുകാപ്പിട്ട് തരാം. ശോഭന പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടി മുറിയിലേക്ക് നടന്നു. വിനയ് അവർക്ക് പിറകിലായി മായയുടെ ബാഗുമായി അവിടേക്ക് നടന്നു. അവിടെയുള്ള ടേബിളിന് മുകളിൽ ബാഗ് വെച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി. നീ പറയുന്നത് തന്നെ മോളെ, അവന് പറ്റിയ പേര്. ചില സമയം കണ്ടാൽ തനി കാട്ടുകടുവ തന്നെയാണവൻ. അവന്റെ പോക്ക് കാണേ മായയോടായി അമ്മ പറഞ്ഞു. അത് കേൾക്കെ വയ്യായികയ്ക്കിടയിലും അവളിൽ ചെറുചിരി വിരിഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ വിനയ് ഉണർന്നു. ജോഗിങ് കഴിഞ്ഞ് തിരികെ വന്ന് ഫ്രഷായി യൂണിഫോം മാറ്റി താഴേക്കിറങ്ങി. ഹാളിലെ സെറ്റിയെ തല ചായച്ചുകൊണ്ട് മായ ഇരിപ്പുണ്ട്. നിന്റെ പനി കുറവുണ്ടോ? അവൾക്ക് ഓപ്പോസിറ്റായിട്ടിരുന്നു കൊണ്ട് വിനയ് ചോദിച്ചു. കുറവുണ്ട്, പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി അവൾ. അമ്മേ, ഫുഡ് റെഡിയായില്ലേ? ക്ലോക്കിൽ സമയം നോക്കിക്കൊണ്ട് എഴുന്നേറ്റു വിനയ്. അപ്പോഴേക്കും അമ്മ ശോഭന ഭക്ഷണം കൊണ്ട് ടേബിളിൽ വെച്ചിരുന്നു. മൂവരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞതും വിനയ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. സ്റ്റേഷനിൽ ചെന്ന് ദാമോദരനെയും കൂട്ടി വിനയ് വീണ്ടും യാത്ര തിരിച്ചു. അന്ന് പോലീസ് സീൽ വെച്ചതുപോലെ തന്നെയുണ്ടായിരുന്നു അവിടെ കാണുവാൻ. വിനയ് ദാമോദരനോടൊപ്പം അകത്തേക്ക് കയറി. അന്ന് കണ്ട മുറിയിലായിരുന്നു അവർ പോയത്. അവിടെ ആ വാക്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വിനയ് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൽ നടുക്കായി എഴുതിയ എ എന്ന അക്ഷരത്തിന് താഴെ ഒരു ലവ് സിമ്പിളാണുള്ളത്. അതിനൊപ്പം തന്നെ 3 എന്ന നമ്പറും ചെറുതായി എഴുതി വച്ചിരിക്കുന്നു. വിനയ് അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പിന്നിലുണ്ടായിരുന്നത് അതിന്റെ അർത്ഥമായിരുന്നു. അവൻ ദാമോദരനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. അവർ നേരെ ചെന്നത് സെന്റ് തെരേസസ് കോളേജിലേക്കായിരുന്നു. അവിടെ പ്രിൻസിപ്പൽ ജോണിന്റെ റൂമിലേക്ക് നടന്നു ഇരുവരും. വിനയെയും ദാമോദരനെയും കാണെ എന്തെന്ന പോലെ നോക്കി ജോൺ. എന്താ സാർ, ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടോ? അതെ ജോൺ, ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഡീറ്റെയിൽസ് തന്നെയാണ്. അത് വേറെ ഒന്നല്ല. എന്തിനു വേണ്ടിയായിരുന്നു സാമുൽ അലക്സിന്റെ രൂപസാദൃശ്യമുള്ള ഫേസ് മാസ്ക് വെച്ചുകൊണ്ടുള്ള കളി? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിഡ്ഢിയാക്കിയതാണോ അതോ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണോ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തിട്ടില്ല.
JAM എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ജോൺ സാറേ? ദാമോദർ പ്രത്യേക ഈണത്തിൽ പറഞ്ഞപ്പോൾ അത് കേട്ട ജോണിന്റെ മുഖത്തെ ഞെട്ടൽ ഇരുവരും വ്യക്തമായിട്ട് തന്നെ കണ്ടു. അതെന്നാ ചോദ്യാടോ ദാമോദർ? സാറിന്റെ മുഖത്തെ ഞെട്ടലിൽ നിന്ന് തന്നെ ഉത്തരം മനസ്സിലായില്ലേ? സർ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേര് മനസ്സിലായത്? ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നീ വിചാരിച്ചോ? അരനെ രക്ഷിച്ചപ്പോൾ അവിടെ ചുവരിലായിട്ട് വലുപ്പത്തിൽ എഴുതി വെച്ച ഈ വാക്കുകൾ അന്ന് തന്നെ നോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നിന്നത് എന്തുകൊണ്ടാണെന്നോ? തന്റെ വലം കൈയായിട്ട് കൊണ്ടുനടന്ന സുധാകരന്റെ മൊഴി. അയാൾ കണ്ടത് സാമുവൽ അലക്സിനെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അലന്റെ മുന്നിൽ സാമുവൽ അലക്സിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അവൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, അവന് മുന്നിൽ മാസ്ക് വെച്ച മുഖം മുഴുവനും മറച്ചുകൊണ്ടാണ് ഉണ്ടായതെന്നും പറഞ്ഞു. അവിടെയാണ് ഞങ്ങൾക്ക് വീണ്ടും സംശയം വരുത്തിയത്. സാമുവൽ അലക്സ് മരിച്ചുവെന്ന് ഫാദർ ഗബ്രിയേൽ ഉറപ്പിച്ചു പറഞ്ഞു. വീണ്ടും സംശയത്തിന്റെ പടുകുഴിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ വാക്കുകൾ ഉള്ളിൽ തെളിഞ്ഞത്. ഒരുപാട് ചിന്തയ്ക്ക് ശേഷമാണ് ഈ വാക്യങ്ങൾ ഒരു ഗ്യാങ്ങിന്റെ ഷോർട്ട് നെയിമാണെന്ന് മനസ്സിലായത്. ജെ ജോൺ, എ അലക്സ്, എം മാത്യു, മൂവർ സംഘത്തിന്റെ വിളിപ്പേര്. സാമുവൽ ജോണിന്റെ സുഹൃത്തിനേക്കാൾ സഹോദര സ്ഥാനത്തായിരുന്നവൻ. അയാളുടെ മരണത്തിന് കാരണമായവരെയൊക്കെ കൊലപ്പെടുത്താൻ ശ്രമിച്ച താങ്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്, കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പോവല്ലേ ജോൺ സാറേ? വിനയ് പറഞ്ഞു നിർത്തി. ജോൺ ഞെട്ടലോടുകൂടിയാണ് ഓരോന്നും കേട്ടത്. സർ, ഞാനല്ല. നിങ്ങൾ പറഞ്ഞതൊക്കെയും ശരിയാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരാണ് JAM. ഗ്യാങ്ങിന്റെ മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടായിരുന്നു. അതിന്റെ വാതിൽ ലോക്കിന്റെ പാസ്വേഡ് കൂടെയായിരുന്നു ഈ വാക്യം. എന്നാൽ അച്ചായൻ മരിച്ചതോടെ ഞാനും മാത്യുവും എല്ലാം ഉപേക്ഷിച്ചു. ആദ്യമൊക്കെ അവിടെ പോകുമായിരുന്നു, എന്നാൽ പിന്നീട് ഒരിക്കലും അവിടേക്ക് പോയിട്ടില്ല. അവിടേക്ക് പോകുമ്പോഴൊക്കെയും അച്ചായന്റെ ഓർമ്മകളായിരുന്നു. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അച്ചായൻ എനിക്ക് സുഹൃത്തിനേക്കാൾ സഹോദര സ്ഥാനത്തായിരുന്നു. അച്ചായനെ കൊന്നവരെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിട്ടും പോലീസ് കേസിനും മറ്റും പോവാതെ ഒതുങ്ങിയത് ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങളെ കൂടെ നഷ്ടപ്പെടുത്താൻ അച്ഛൻ ആഗ്രഹിച്ചില്ല. എന്നുവെച്ച് അവരോടുള്ള പകയും മനസ്സിലിട്ട് ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ല ഞാൻ. നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യത്തിനുള്ള മറുപടി നൽകണം. എന്താ സർ? എനിക്കറിയാവുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം ആയതുകൊണ്ടല്ലേ സാറേ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ജോൺ വിനയെ തന്നെ ഉറ്റുനോക്കി. എടോ ദാമോദർ, താൻ വണ്ടിയിൽ നിന്നും അതിങ്ങെടുത്തോണ്ട് വാ. വിനയ് പറഞ്ഞതും ദാമോദർ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങി. ഒരു 2 മിനിറ്റിന് ശേഷം കയ്യിലൊരു പ്ലാസ്റ്റിക് കവറുമായി തിരികെ വന്നു. സർ, ദാമോദർ വിനയ് വിളിച്ചുകൊണ്ട് അത് കൈമാറി. ജോൺ സാറിന് ഈ ചാക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ സ്വന്തം ഷോപ്പിലെയാണ്. ലോഗോ പ്രിന്റൊക്കെ അതുപോലെ തന്നെയുണ്ട്. ചെറിയൊരു മങ്ങലുണ്ടെന്നേ ഉള്ളൂ. വിനയ് അയാൾക്ക് കാണും വിധം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. സർ, ഇതെന്റെ ഷോപ്പിന്റെ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. സാർ എത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ അർജുൻ എന്ന കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ ചാക്കിനുള്ളിൽ പൊതിഞ്ഞുകൊണ്ടായിരുന്നു. വിനയ് പറയുന്നത് കേൾക്കെ ജോൺ ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. ഇനിയും എന്തെന്നോണ പറയണമെന്ന് ആലോചിക്കുകയാണോ? സർ, എന്റെ കടയിൽ നിന്നും എത്രയോ ആളുകൾ ദിവസവും സാധനങ്ങൾ വാങ്ങുന്നതാണ്. അവരിൽ ആരെങ്കിലും ആവും, അല്ലാതെ ഞാനല്ല. മാത്യുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ അലക്സ് എന്ന് പറയുന്ന ആൾ ജീവനോടെയില്ല. മാത്യുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോ പിന്നെ അതിൽ ബാക്കിയായ നിങ്ങളല്ലേ ജോൺ സാറേ കൊലപാതകി? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കടലാക്കുന്ന ഏർപ്പാട് പണ്ട് മുതലുള്ളതാണ് പോലീസിന്. നിങ്ങൾ ഇവിടെ എന്നെ കുറ്റക്കാരനാക്കുന്നത് വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വ്യക്തമായ തെളിവുകളോടുകൂടിയല്ല. ഡോ, എല്ലാവരും ഒരുപോലെയല്ല, അത് ഓർത്തു വേണം സംസാരിക്കാൻ. വിനയ് ജോണിന്റെ സംസാരം കേൾക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഓഫീസറെ എനിക്കും പറയാനുള്ളത്. എല്ലാവരും ഒരുപോലെയല്ല. എന്നെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറണ്ട് വേണം. സാർമാരിപ്പോൾ ചെന്നാട്ടെ, എന്നിട്ട് തെളിവുകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് വാ. ജോൺ പരിഹാസത്തോടെ പറഞ്ഞു നിർത്തി. അധികം വൈകാതെ തന്നെ വരും ജോൺ സാറേ. പക്ഷെ അതിനു മുമ്പേ എനിക്ക് നമിത എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം. രക്ഷിച്ചിരിക്കും. അതേപോലെ എല്ലാ തെളിവുകളോടുകൂടിയും തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. വിനയും ദാമോദറും തിരികെ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. സർ, ഡ്രൈവിങ്ങിനിടയിൽ വിനയെ വിളിച്ചു ദാമോദർ. എന്തെന്ന പോലെ അയാളെ നോക്കിയവൻ. അത് പിന്നെ നമ്മൾ പോയത് ജോൺ സാറിനെ സംശയിച്ചുകൊണ്ടല്ലോ. നമ്മൾ മാത്യു എന്ന ആളിനെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ലേ പോയത്. പിന്നെ സാറെന്താ ജോൺ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ദാമോദറിന്റെ ചോദ്യം കേൾക്കെ വിനയിൽ ഗൂഢമായി ചിരിയായിരുന്നു.
ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരന്റെ ചിരി. എടോ, നമ്മൾ മാത്യുവിനെ കുറിച്ച് ചോദിച്ചാലും അയാളൊന്നും തന്നെ പറയില്ല. കാരണം മാത്യുവാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ജോൺ മനസ്സിലാക്കിയത് ഇപ്പോഴായിരിക്കും. ജോണിന് ഇതിലൊന്നും തന്നെ ഒരു പങ്കുമില്ല. പക്ഷെ മാത്യു, അയാളെ കൂടി നഷ്ടപ്പെടുത്താൻ ജോൺ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മുന്നിൽ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നാൽ ഉടനെ തന്നെ മാത്യുവിനെ കാണാൻ ജോൺ ശ്രമിക്കും. വിനയ് പറഞ്ഞുകൊണ്ട് നിർത്തി ദാമോദരനെ നോക്കി. വിനയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കവേ ദാമോദറിലും വിനയുടെ ഭാവമായിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മഫ്തിയിൽ പലയിടങ്ങളിലും വിനയും മറ്റു ഓഫീസറും അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ വീണ്ടും നിരാശയായിരുന്നു അവർക്ക് ലഭിച്ചത്. മാത്യു എന്ന ഒരാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്നത് അവരെ നിരാശയുടെ പടുകുഴിയിൽ തള്ളിയിട്ടു. എന്നാൽ തോൽക്കാനുള്ള മനസ്സിലായിരുന്നു അവരിലാർക്കും. പിറ്റേ ദിവസം സ്റ്റേഷനിൽ വിനയെ കാത്തുകൊണ്ട് ദാമോദർ നിൽപ്പുണ്ടായിരുന്നു പുതിയ വാർത്തയുമായി. സർ, അർജുന്റെ അച്ഛനും അലന്റെ പാപ്പ ജോർജും ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ഇരുവരും എന്തോ യാത്രയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ബാംഗ്ലൂരിലേക്ക് രണ്ടുപേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇരുവരും യാത്ര ചെയ്തിട്ടില്ല. ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് സെന്റ് തെരേസസ് കോളേജിന്റെ അടുത്തായിട്ടുള്ള ഒരു കെട്ടിടമാണ്. ദാമോദർ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധയോടെ കേട്ടുനിന്നു വിനയ്. ദാമോദർ പറഞ്ഞു നിർത്തിയപ്പോൾ വിനയ് ഫോൺ എടുത്തുകൊണ്ട് ആരെയോ വിളിച്ചു. കുറച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ദാമോദർ, നമ്മുടെ ടീമിനോട് എത്രയും പെട്ടെന്ന് റെഡിയാവാൻ പറയണം. ദി ഗെയിം ഈസ് ഗോയിങ് ടു ദി എൻഡ്, വിനയ് പറഞ്ഞു നിർത്തി. ദാമോദർ ഉടനെ തന്നെ പുറത്തേക്കിറങ്ങി. വിനയ് വീണ്ടും ആരൊക്കെയോ വിളിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ എല്ലാവരും റെഡിയായി നിരന്നു. വിനയ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഏവരും ശ്രദ്ധയോടെ കേട്ടുനിന്നു. വൈകാതെ തന്നെ ഒരു വാനും അതിനു മുന്നിലായിട്ട് വിനയുടെ വണ്ടിയും നഗരത്തിൽ കൂടി പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. വിനയ് അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കിക്കൊണ്ടായിരുന്നു അവർ പോയത്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു വൻമതിലിന് മുന്നിലായിട്ടായിരുന്നു അവരുടെ വണ്ടികൾ നിന്നത്. വിനയും ദാമോദറും സ്ക്വാഡ് ടീമും അതിൽ നിന്നിറങ്ങി. കുറച്ചകലെയായിട്ട് ആംബുലൻസ് നിർത്തിയിട്ടത് ഏവരും കണ്ടു. ബി അലേർട്ട്, വിനയ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം പറഞ്ഞുകൊണ്ട് മുന്നിലായി നടന്നു. അവന് പിന്നിൽ മറ്റുള്ളവരും. ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു വിനയ് നടന്നത്. വൻമതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന ഗേറ്റിന്റെ പൂട്ട് തകർത്തുകൊണ്ട് അവർ അകത്തേക്ക് കയറി. ഇരുനില കെട്ടിടം. പുറത്ത് ചുവരിൽ കറുത്ത പെയിന്റ് ചെയ്തിരിക്കുന്നു. ചുറ്റുപാടും കാട് പിടിച്ചാണുള്ളതെങ്കിലും അതിന്റെ മുൻവശം നല്ല വൃത്തിയോടെ തന്നെ ഉണ്ടായിരുന്നു. വിനയ് ഓരോ ആളുകൾക്കും ഓരോ സ്പോട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി. മുൻവാതിൽ പാസ്വേഡ് വെച്ചുകൊണ്ടുള്ള ലോക്കായിരുന്നു. വിനയ് അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. പിന്നെ പാസ്വേഡ് അടിച്ചു. JAM. ഒരു ചെറിയ ശബ്ദത്തോടു കൂടി വാതിൽ അവർക്ക് മുന്നിൽ തുറന്നു. വിനയും ദാമോദറും വേറെ 2 ഓഫീസറും അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ അതടയുകയും ചെയ്തു. അവർ ചുറ്റിലും നോക്കി. ഹാള് പോലെ തോന്നിച്ചു അവർക്കവിടെ. അവിടെ എവിടെയും ഒരു മുറിയോ സ്റ്റെയറോ ഇല്ല എന്നത് അവർ 4 പേരിലും സംശയം നിറച്ചു. വെൽക്കം വെൽക്കം സബ് ഇൻസ്പെക്ടർ വിനയ് വർമ്മ. അലക്സിച്ചായന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. അവർക്ക് ചുറ്റിലും അലയടിച്ച ശബ്ദം. അവർ 4 പേരും ശബ്ദം വരുന്നത് എവിടെ നിന്നുമാണെന്ന് നോക്കിക്കണ്ടു. ഹാളിലെ 4 കോർണറിലുമായി വെച്ചിട്ടുള്ള സ്പീക്കറിൽ നിന്നാണ് ശബ്ദമെന്നവർ തിരിച്ചറിഞ്ഞു. സാറ് നല്ല സ്മാർട്ടാണ്, എനിക്കിഷ്ടായി. പോലീസ് ഓഫീസറായാൽ ഇങ്ങനെയാവണം, അല്ലാതെ നക്കാപ്പിച്ച കാശിനു വേണ്ടി നിയമം തിരുത്തി എഴുതുന്നവർ ആവരുത്, അയാൾ പറഞ്ഞു നിർത്തി. കുറച്ചു സമയത്തേക്ക് സ്പീക്കറിൽ നിന്ന് ശബ്ദമൊന്നും ഉണ്ടായില്ല. പാപത്തിന്റെ കണക്ക് ചോദിക്കാൻ വന്നതാണ് ഞാൻ. എന്റെ കണക്കുകൾ തീർത്തു കഴിഞ്ഞാൽ മാത്യു നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങും. അതുകൊണ്ട് തന്നെ വന്നതുപോലെ തിരികെ പോകുന്നതാണ് സാർമാർക്ക് നല്ലത്. പാപത്തിന്റെ കണക്ക് അത് ചെയ്തവരോടല്ലേ മാത്യു തീർക്കേണ്ടത്, അല്ലാതെ നിരപരാധികളായ കുട്ടികളിലാണോ പകപോക്കേണ്ടത്? നിങ്ങൾ ചെയ്തതിൽ എന്താണ് ശരിയുള്ളത്? വിനയ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശരിയാണ്, കുട്ടികൾ അവർ നിരപരാധികളാവാം. പക്ഷെ അവരുടെയൊക്കെ അച്ഛനമ്മമാർ ചെയ്തു കൂട്ടിയത് അത് പൊറുക്കാനോ മറക്കാനോ പറ്റുന്ന കാര്യമല്ല. അവർക്ക് വേദനിക്കണമെങ്കിൽ മക്കളുടെ ജീവനില്ലാത്ത ശരീരം കാണണം. അപ്പോഴേ അവർ തിരിച്ചറിയൂ അവർ ചെയ്തു കൂട്ടിയത്. കാരണം വേദന അനുഭവിച്ച പലരുടെയും വേദനയുടെ ആഴം. ഇല്ല മാത്യു, നിങ്ങളെ ഞാൻ അതിനനുവദിക്കില്ല. ഇപ്പോൾ തന്നെ 2 കുട്ടികളെ നിങ്ങൾ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. ഇനിയും കുട്ടികളിൽ പകപോക്കരുത്. സാമുവൽ അലക്സ് ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്തവർക്ക് ശിക്ഷ വിധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ തന്റെ ഇച്ഛായനാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ മാത്യു താൻ ചെയ്യുന്നത്? ഇൻസ്പെക്ടർ സർ, എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല.
ഞാൻ എൻ്റെ പക തീർക്കാതെ നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല. വിനയ് കൂടെ വന്നവരോട് ചുറ്റിലും തിരയാൻ പറഞ്ഞു. എന്നാൽ നിരാശയായിരുന്നു ഫലം. മാത്യു, എനിക്കറിയാം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. നീ എനിക്ക് മുന്നിൽ വരില്ലെന്നാണെങ്കിൽ നീ പിതാവിന്റെ സ്ഥാനം നൽകിയ ഫാദർ ഗബ്രിയേൽ അച്ഛനെ കൊലപാതകിയാക്കിയിട്ട് കോർട്ടിൽ ഹാജരാക്കും. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഫാദർ ഗബ്രിയേൽ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇൻസ്പെക്ടർ, ഇതുവരെ നടത്തിയ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ഞാൻ തനിച്ചാണ്. അച്ഛൻ നിരപരാധിയാണ്. അച്ഛനെ വിട്ടേക്കൂ. നിങ്ങൾക്ക് വേണ്ട പ്രതി ഞാനാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാം. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾക്ക് മുന്നിൽ താൻ കീഴടങ്ങണം. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സംഭവിക്കുക. വിനയ് പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അവർ നിന്ന സ്ഥലത്ത് നിന്നും 2 അടി മുന്നിൽ നിന്നും ചെറിയൊരു ഞരക്കത്തോടെ വാതിൽ തുറന്നു വന്നു. അതിൽ കൂടി മുകളിലേക്കുള്ള കോണിപ്പടികൾ. വിനയും ഓഫീസേഴ്സും ശ്രദ്ധയോടെ മുകളിലേക്കുള്ള പടികൾ കയറി. മുകളിലേക്ക് എത്തുമ്പോൾ കണ്ടു, ഓരോ കരിങ്കൽ തൂണിലായിട്ട് ജോർജിനെയും രാഘവനെയും കെട്ടിയിട്ട നിലയിലായിരുന്നു. കുറച്ചപ്പുറം ഒരു ചെയറിലായിട്ട് ജോൺ സാറിനെ അവർ കണ്ടു. വിനയുടെ മിഴികൾ തേടിയത് മാത്യുവിനെയായിരുന്നു. സാമുവൽ അലക്സിന്റെ ഫേസ് മാസ്ക് ധരിച്ചുകൊണ്ട് കുറച്ചപ്പുറം മാറി നിൽക്കുന്ന വെള്ള ഗൗൺ ധരിച്ച രൂപത്തെ അവർ കണ്ടു. ഇൻസ്പെക്ടർ വിനയ് വർമ്മ, ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനാണ്. വിനയ് അയാളെ തന്നെ ഉറ്റുനോക്കി. ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ഉൾപ്പെടെ പലർക്കും പലതും നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മ ദിവസമാണെന്ന്. എന്റെ പെണ്ണിനെ മുതൽ എന്റെ ഇച്ഛായനെ വരെയും എന്നിൽ നിന്നും തട്ടിയെടുത്ത ഈ നീചന്മാർക്കുള്ള ശിക്ഷ വിധിക്കുന്ന ദിനമാണെന്ന്. എന്റെ ഇച്ഛായന്റെ ഓർമ്മ ദിനം. അയാൾ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഒരു ദിനത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇവർ മാത്രമല്ല, ബാക്കി പേരെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാവണം. ശിക്ഷ വിധിക്കുമ്പോൾ നീതി കിട്ടേണ്ടവ കൂടെ വേണ്ടേ? വേണം. അതാണ് ശരി. അയാൾ വിസിലടിച്ചതും വേറെ 2 പേർ ചേർന്നുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടെ അവിടേക്ക് കൊണ്ടുവന്നു. അവർക്കൊപ്പം മായയുടെ അച്ഛനെ കൂടെ കണ്ടപ്പോൾ വിനയിൽ ഞെട്ടലായിരുന്നു. ശങ്കരെ തീരെ പ്രതീക്ഷിച്ചു കാണില്ല, അല്ലേ സാറേ? മാത്യുവിന്റെ പരിഹാസം നിറഞ്ഞ സംസാരം വിനയ്ക്ക് പിടിച്ചില്ല. നിരപരാധിയായ ഒരാളെ എന്തിനു വേണ്ടിയാണ് മാത്യു താൻ ഇതിലേക്ക് വലിച്ചിടുന്നത്? അമ്മായിയപ്പനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിലും ചോര തിളക്കുവാണല്ലോ ഇൻസ്പെക്ടർ സാറേ. വിനയ് അവന്റെ ദേഷ്യം മാക്സിമം കൺട്രോൾ ചെയ്തുകൊണ്ട് നിന്നു. എന്താടോ ശങ്കരേ, താൻ സത്യങ്ങളൊന്നും മരുമോനോട് പറഞ്ഞു കൊടുത്തില്ലയോ? ശങ്കറിന് ചുറ്റും കയ്യിലുള്ള വടി വീശിക്കൊണ്ട് അയാൾ നടന്നു. അയാളുടെ സംസാരം വിനയുടെ വിരിനെറ്റിയിൽ ചുളിവുകൾ വീഴ്ത്തി. എന്റെ പാപത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരിടം അത് ഇയാൾക്ക് കൂടി അർഹതപ്പെട്ടതാണ്. കാരണം ഇവർക്കൊപ്പം ഇയാളും കൂടി ഉണ്ടായിരുന്നു, എന്റെ ഇച്ഛായനെ വെട്ടിനുറുക്കാൻ. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ പോലും അവരോടുള്ള പക വിളിച്ചോതുകയായിരുന്നു. എന്ത് തെറ്റായിരുന്നു എന്റെ ശാലിനി നിങ്ങളോടൊക്കെ ചെയ്തത്? അറിയാതെ നിങ്ങളുടെ കൊള്ളരുതായ്മ അവള് കണ്ടുപോയതോ? അതുകൊണ്ടല്ലേ ആ പാവത്തിനെ കൊന്നുകൊണ്ട് കെട്ടിത്തൂക്കിയത്? എന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റുകയും ചെയ്തു. അവൾക്ക് വേണ്ടി നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച എന്റെ ഇച്ഛായനെ ഈ നിൽക്കുന്ന ശേഖരനെ കൂട്ടുപിടിച്ചുകൊണ്ട് വെട്ടിനുറുക്കി. സ്വന്തം പെണ്ണ് ഗർഭിണിയാണെന്ന് മരണവേദനയ്ക്കിടയിലറിഞ്ഞ എന്റെ ഇച്ഛായന്റെ കണ്ണിലെ ദയനീയ ഭാവം അതിന്നും എന്റെ മുന്നിൽ ഏറെ മികവോടെയുണ്ട്. അറിയുമോടോ നിനക്കൊക്കെ അതിന്റെ വേദന? അതും പറഞ്ഞുകൊണ്ട് അലറുകയായിരുന്നു അയാൾ. കഥകൾ പൂർണ്ണതല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ വിനയ് അയാളെ തന്നെ ഉറ്റുനോക്കി. ശേഖറിന്റെ തല താഴ്ത്തിക്കൊണ്ടുള്ള നിൽപ്പ് കാണേ അയാളും അതിൽ പങ്കാളിയാണെന്ന് മനസ്സിലാക്കിയവൻ. എന്നാൽ അപ്പോഴും ശേഖർ എങ്ങനെ അതിൽ വന്ന് പെട്ടു എന്ന ചിന്തയിലായിരുന്നു അവന്റെ മനസ്സ്. അതറിഞ്ഞതുപോലെയായിരുന്നു മാത്യു പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ തല താഴ്ന്നു നിൽക്കുന്നത്? പറ. എന്റെ പെണ്ണിനെയും ഇച്ഛായനെയും ഒരു ദയം കൂടാതെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഓർത്തില്ലേ ഒരു നാൾ നിങ്ങളും അതുപോലെ പേടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുമെന്ന്? അന്ന് ഇച്ഛായൻ നിങ്ങളെ തേടി ഇറങ്ങിയ രാത്രി ഇച്ഛായൻ എന്നെ കൂട്ടിയില്ല. ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും എന്നെ കൂടാതെ തനിച്ചായിരുന്നു നിങ്ങൾക്കരികിലേക്ക് വന്നത്. പക്ഷേ എന്തോ മനസ്സിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇച്ഛായനറിയാതെ അവിടേക്ക് ഞാൻ വന്നത്. നിങ്ങൾ അത്രയ്ക്കും പേരോട് പൊരുതി നിൽക്കാനുള്ള ശക്തി അന്നെനിക്കില്ലായിരുന്നു. അവിടെ മറവിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ചക്കാരൻ മാത്രമായി നിൽക്കേണ്ടി വന്നു എനിക്ക്. ആഗ്രഹിച്ചത് എന്തും നേടിയുള്ള ശീലം. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിന്റെ മനസ്സ് വേറെ ഒരുവന് സ്വന്തമാണെന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല അല്ലേ? അവളുടെ ഉള്ളിൽ അവന്റെ ജീവൻ വളർന്നതറിഞ്ഞിട്ടും അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ പ്രാണനായവനെ കൊല്ലാൻ നിനക്ക് കൈവിറച്ചില്ല. ആ മരണവേദനയിൽ നീ വാക്കുകൾ കൊണ്ട് വീണ്ടും ആ മനുഷ്യനെ വേദനിപ്പിച്ചു. നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ശേഖര. നീ അത്ര പെട്ടെന്ന് മരിക്കരുത്. മരണവേദന നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടേ നീ മരിക്കാവൂ. പക്ഷേ എന്റെ ഇച്ഛായനെ ഓർക്കാൻ ആ മനുഷ്യന്റെ മകളോട് നീ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ
അതിനൊക്കെയുള്ള കുഞ്ഞു ശിക്ഷ അത് ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്തു. വിനയ്ക്കും ടീമിനും അതുപോലെ മാത്യുവിനും ഇടയിൽ മറ പോലെ ഒരു ഗ്ലാസ് ഡോർ ഉയർന്നു വന്നു. എന്താണ് നടന്നതെന്ന് ഓർത്തു നോക്കിയപ്പോഴേക്കും ഒരു വുഡ് കട്ടർ കൊണ്ട് ശേഖരന്റെ വലത് കൈയും ഇടത് കാലും വെട്ടിമാറ്റിയിരുന്നു മാത്യു. അയാളുടെ വേദന നിറഞ്ഞ സ്വരം അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. ബാക്കിയുള്ളവർ ഭയത്താൽ വെട്ടിവിറച്ചു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഏത് നിമിഷവും മരണത്തിലേക്ക് അടുക്കുന്നു എന്ന തിരിച്ചറിവോടെ നിന്നു അവർ. മാത്യു! വിനയ് അലറി വിളിച്ചെങ്കിലും അത് കേട്ട ഭാവം നടിച്ചില്ല അയാൾ. അതേ വുഡ് കട്ടർ കൊണ്ട് ജോർജിന്റെ ഇരു കൈകളും കാലുകളും വെട്ടിമാറ്റി. അതിനുശേഷം ക്രൂരത നിറഞ്ഞ മുഖഭാവത്തോടെ ഷേർലിയുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവളുടെ വലത് കൈ വെട്ടിമാറ്റി. പിന്നെ നമിതയുടെ അടുത്തായി നടന്നു. അവൾ ഭയം കാരണം പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ കയ്യിലുള്ള വുഡ് കട്ട് അവിടെയുള്ള ടേബിളിൽ വെച്ചു. അതിനുശേഷം അവൾക്കരികിലായി പോയി നിന്നു. മോളെ അങ്കിൾ ഒന്നും ചെയ്യില്ല, മോള് പാവാണ്. ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ തലയിലായിട്ട് തലോടി. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ പോയ ആ കുരുന്നിനോട് അയാൾക്ക് അതിയായ വാത്സല്യമായിരുന്നു തോന്നിയത്. എന്നാൽ നമിതയ്ക്ക് കുറച്ചപ്പുറം മാറി തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന അവളുടെ അമ്മയെ കാണി അയാളുടെ മുഖം മാറി. അടുത്തു നിൽക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് നമിതയെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. അവളെ കൊണ്ടുപോയതും മോഹിനിക്ക് നേരെ തിരിഞ്ഞു അയാൾ. മാത്യുവിന്റെ നോട്ടം താങ്ങാനാവാതെ മിഴികൾ താഴ്ത്തി മോഹിനി. പ്രണയം ഒരിക്കലും പിടിച്ചു വാങ്ങാനാവില്ലെന്ന് ഇനിയും മനസ്സിലായില്ലേ മോഹിനി നിനക്ക്? ശാലിനി, അവളെ കൊലയ്ക്ക് കൊടുക്കാൻ മുൻപതിയിൽ നിന്നതുപോലും നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ഞാനത് നിരസിച്ചത് കൊണ്ടല്ലേ? ഞാൻ മറ്റൊരുത്തിയെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ ഇല്ലാതാക്കി. എന്നിട്ടോ എന്ത് നേടി നീ ഈ ജീവിതത്തിൽ? മാത്യുവിന്റെ വാക്കുകൾക്കൊന്നും തന്നെ അവരുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു. കയ്യിലെ കടാര കൊണ്ട് അവരുടെ വയറിലേക്ക് ആഞ്ഞുകുത്തി അയാൾ. ഒന്നല്ല, പലതവണ. മോഹിനിയുടെ നിലവിളി അവിടെ ഉയർന്നു. മോഹിനി തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. പതിയെ അവരുടെ മിഴികൾ അടഞ്ഞു. മാത്യു ഫേസ് മാസ്ക് വലിച്ചൂരി. നീ മരണസമയത്ത് പോലും എന്നെ കണ്ട് മരിക്കരുത് എന്ന ആഗ്രഹമായിരുന്നു എനിക്ക്, ബോധമില്ലാതെ കിടന്നവരെ നോക്കി പറഞ്ഞു അയാൾ. നേരത്തെ ഉയർന്നു വന്ന ഗ്ലാസ് ഡോർ താഴ്ത്തി. വിനയ് അയാൾക്കരികിലേക്ക് നടന്നു. കഴിഞ്ഞില്ലേ പാപത്തിന്റെ കണക്ക് ചോദിക്കുന്നത്? എല്ലാവർക്കും അർഹിക്കുന്ന ശിക്ഷ നൽകിയില്ലേ? കഴിഞ്ഞു. എന്നാ ചെറിയൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. മാത്യു വിളിച്ചതും അയാൾക്കൊപ്പം നടന്നു വരുന്ന ശ്യാമയെയും മായയും കാണെ വിനയ് ഞെട്ടിത്തെറിച്ചു നിന്നു. എന്നാൽ ശ്രീജയുടെ കണ്ണുകളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ കാണെ ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ ഉറ്റുനോക്കി നിന്നു. എന്തിനു വേണ്ടി ആ പാവത്തിനെ കൊന്നത്? എന്റെ ഇച്ഛായൻ. ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ. ഇത്രയും കാലം ആ മനുഷ്യൻ എന്നെ ചതിച്ചതാണെന്ന തെറ്റിദ്ധാരണയിലാണ് ജീവിച്ചത്. നിങ്ങൾ മനുഷ്യനല്ല, മൃഗമാണ്. എന്റെ അച്ഛനോട് ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അച്ഛൻ മുന്നിൽ നല്ലവനായിട്ട് നിങ്ങൾ തകർത്തഭിനയിച്ചു. ഞാനും വിശ്വസിച്ചു പോയില്ലേ? നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടത ഞാൻ അറിഞ്ഞില്ല. എന്റെ മോളെ വേദനിപ്പിച്ചിട്ട് കൂടെ ഒന്നും മിണ്ടാനാവാതെ നോക്കി നിൽക്കേണ്ടി വന്നു. അവൾക്ക് നിങ്ങൾ പ്രായം ചെന്നവരുടെ ആലോചന കൊണ്ടുവന്നപ്പോൾ പോലും എതിർക്കാനാവാതെ നിൽക്കേണ്ടി വന്നത് അവളുടെ ജന്മരഹസ്യം പുറത്തു പറയുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? എന്റെ കുഞ്ഞിന് വിനയെയാണ് ഇഷ്ടമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ തല്ലി ചതച്ചില്ലേ നിങ്ങൾ? എന്നിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്റെ കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അന്ന് നിങ്ങളുടെ മൂടുപടം അനന്തരവന് മുന്നിൽ അഴിഞ്ഞു വീണുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും അഭിനയം കാഴ്ചവെച്ചു. നിങ്ങളെപ്പോലെയല്ല, ഉള്ളിൽ കളങ്കമില്ലാത്തവനാണിവൻ. അതുകൊണ്ട് തന്നെ അവനത് വിശ്വസിക്കുകയും ചെയ്തു. അന്ന് വിനയുടെ അമ്മ ശോഭയോട് എന്റെ കുഞ്ഞ് പറഞ്ഞത് വിനയുമായി അവളുടെ വിവാഹം നടത്തിക്കൊടുക്കണമെന്നല്ല, അവളെ ഏതെങ്കിലും ഓഫനേജിലോ മറ്റോ കൊണ്ടുപോകുമോ എന്നാണ്. ഇനിയും നമ്മുടെ വീട്ടിൽ വരാൻ അവൾക്ക് ഭയമാണെന്ന്. അവർ പറയുന്ന ഓരോ കാര്യവും കേട്ടുകൊണ്ട് വിനയ് തരിച്ചു നിന്നു. അവൻ അടുത്തായി നിൽക്കുന്ന മായയെ നോക്കി. ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽപ്പുണ്ട് അവൾ. അവനപ്പോൾ ഓർമ്മ വന്നത് അവന്റെ അമ്മയുടെ വാക്കുകളായിരുന്നു. ശരിയാണമ്മ പറഞ്ഞത്. താൻ ജീവിതത്തിൽ ഒന്നുമല്ല. താലി കെട്ടിയ പെണ്ണിനെ അവിശ്വസിച്ചു. ഒരിക്കലെങ്കിലും ഒന്നവളെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കാമായിരുന്നു. അവന്റെ ഉള്ളകം മൗനമായിട്ട് മൊഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളെന്ന ഒരു ഭർത്താവില്ല. വരരുത് എന്റെയും മക്കളുടെ മുന്നിലേക്ക്. എന്റെ നിലവിട്ട് ഞാൻ വല്ലതും ചെയ്തു പോവും. പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ക്ഷീണത്താൽ അവരുടെ മിഴികൾ അടഞ്ഞു. നിലത്തേക്ക് കുഴഞ്ഞു വീഴാൻ പോയവരെ വിനയ് ചെന്ന് താങ്ങി നിർത്തി. അപ്പോഴേക്കും ബാക്കി ഓഫീസേഴ്സും എത്തിച്ചേർന്നു. മുറിവ് പറ്റിയവരെല്ലാം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മോഹിനി അവിടെ നിന്ന് തന്നെ മരിച്ചിരുന്നു. മാത്യു ജോണിന്റെ അരികിലേക്ക് നടന്നു. അയാളുടെ കെട്ടുകൾ അഴിച്ചു കൊടുത്തു. ജോണേ, ഇത്രയും കാലം മനസ്സമാധാനമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താണെന്നോ, ഇച്ചായന്റെയും ശാലിനിയുടെയും ഈ അവസ്ഥയ്ക്ക് കാരണമായവർ
ഇതുപോലെ സുഖജീവിതം നയിക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സമാധാനമായി ഉറങ്ങും. ഫാദറിനോട് പറയണം അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന്, എല്ലാവർക്കും വേണ്ട ശിക്ഷ വിധിച്ചെന്ന്. അത് പറഞ്ഞു നിർത്തിക്കൊണ്ട് കണ്ണിൽ നിന്നും വന്ന കണ്ണുനീരിനെ പുറം കൈയാൽ തൂത്തുവിട്ടയാൾ. ഇൻസ്പെക്ടർ സാറേ, ഇനി നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാം. എന്റെ പാപത്തിന്റെ കണക്കുകൾ ഞാൻ ചെയ്തു തീർത്തു. ഇതും പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ കൈകൾ നീട്ടിയ അയാൾ. വിനയ് ദാമോദരനെ ഒന്ന് നോക്കി. അയാൾ മാത്യുവിന്റെ കൈകൾ വിലങ്ങുവെച്ചു. മാത്യുവിനെ കോർട്ടിൽ ഹാജരാക്കി. ചെയ്ത കുറ്റങ്ങൾ യാതൊരു മടിയും കൂടാതെ ഏറ്റെടുത്തു അയാൾ. 15 വർഷത്തെ ജീവപര്യന്തം തടവായിരുന്നു അയാൾക്ക് വിധിച്ച ശിക്ഷ. മീഡിയാസിന്റെ ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെയും വിനയ് മറുപടി നൽകി. എല്ലാ പ്രസ് മീറ്റിംഗിലും താരമായി തിളങ്ങിയവൻ. മായയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയതും അവളോട് ചെയ്തതും പറഞ്ഞതും ഓർത്തുകൊണ്ട് വിനയിൽ വല്ലായ്മ നിറഞ്ഞു തുടങ്ങി. രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വിനയുടെ അമ്മ ശോഭന മായയോട് ചോദിച്ചു, മോൾക്ക് എപ്പോഴാ തിരികെ പോവേണ്ടത്? ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിൽ പോവമ്മേ. എനിക്ക് പ്രോജക്റ്റും മറ്റുമൊക്കെയുണ്ട്. നിന്റെ പനിയും ക്ഷീണമൊക്കെ മാറിയോ? 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. ഇപ്പൊ തന്നെ 3-4 ദിവസം പോയി പനി കാരണം. ഇനിയും ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്താൽ മതി. അവൾ പറഞ്ഞതിന് വിനയ് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൾ മുകളിൽ കിടക്കാൻ വരുമ്പോൾ സംസാരിക്കാമെന്നോർത്ത് വിനയ് കാത്തിരുന്നു കുറച്ചുനേരം. താഴെയുള്ള ലൈറ്റ് അണഞ്ഞിട്ടും അവൾ വരുന്നില്ലെന്ന് കാണി അവൾ അമ്മയോടൊപ്പമാണ് കിടക്കുന്നതെന്നോർത്ത് അവൻ ലൈറ്റ് അണച്ച് രാവിലെ ഉണരാനുള്ള അലാറം വെച്ചുകൊണ്ട് കിടന്നു. പുലർച്ചെ എഴുന്നേറ്റ് അവൻ കുളിച്ചൊരുങ്ങി താഴേക്കിറങ്ങി. അപ്പോഴേക്കും മായ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. വിനയുടെ കൈകളിൽ ബുള്ളറ്റിന്റെ ചാവി കാണി മായയ്ക്ക് ഉള്ളിൽ കുളിരുകോരി. എങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു അവൾ. വിനയേട്ടാ, പുലർച്ചെ പുറത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് കാറിൽ പോവാം. ബൈക്കിലാവുമ്പോൾ തണുപ്പടിക്കും. മായയുടെ സംസാരം കേൾക്കെ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൻ. ആ മോനെ, മോള് പറഞ്ഞത് നേരാണ്. മോൻ കാറില് അവളെ കൊണ്ട് വിട്ടിട്ട് വാ. മായയും കൂട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. കാറിൽ കയറിയപ്പോൾ തന്നെ മായ സീറ്റിൽ ചാരി കണ്ണുകളടച്ചു. അവളുടെ ഓരോ പ്രവൃത്തിയും അവൻ സംസാരിക്കാനുള്ള ചാൻസ് ഇല്ലാതാക്കുന്നതായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവർ സ്റ്റേഷനിലെത്തിച്ചേർന്നു. കാർ പാർക്ക് ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ അവൾക്കൊപ്പം അവനും നടന്നു. ട്രെയിൻ 10 മിനിറ്റ് ലേറ്റാണെന്നുള്ള അറിയിപ്പ് വന്നതും മായ ഒഴിഞ്ഞുകിടക്കുന്ന ചെയറിൽ പോയിരുന്നു. അവൾക്കപ്പുറത്തായിട്ട് അവനും. ഇരുവരും ഒന്നും മിണ്ടാനാവാതെ ചുറ്റിലും നടക്കുന്ന ആളുകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞതും ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു. ഇരുവരും എഴുന്നേറ്റു. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതും മായ വിനയെ ഒന്ന് നോക്കി. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ലായിരുന്നു. കയറിക്കോ, അവിടെ എത്തിയാൽ വിളിക്കാൻ മറക്കണ്ട. വിനയ് പറഞ്ഞതിന് മായ ഒന്ന് മൂളി. പിന്നീട് ട്രെയിനിനുള്ളിലേക്ക് കയറി. ഡോറിന്റെ അവിടെ നിന്നുകൊണ്ടവൾ വിനയെ നോക്കി. വിനയേട്ടന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? വിനയ് അവളുടെ ചോദ്യം കേൾക്കെ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പറഞ്ഞു തുടങ്ങി. സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. നിന്നെ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. തിരുത്താൻ ഒരവസരം നൽകിക്കൂടെ? അവന്റെ മുഖത്തേക്ക് നോക്കിയ അവളുടെ ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞു. ആദ്യം പെങ്ങളുടെ സ്ഥാനത്ത് നിന്നും എനിക്ക് ഭാര്യയുടെ സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ താ, എന്നിട്ടാലോചിക്കാം ഒരവസരം കൂടി തരണമോ വേണ്ടിയോന്ന്. മായ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണിറുക്കി. അപ്പോഴേക്കും ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു. തന്നിൽ നിന്ന് പൊട്ടുപോലെ മറയുന്നവളെ നോക്കി നിന്നു അവൻ. ട്രെയിൻ പോയി കഴിഞ്ഞതും ചെറുചിരിയാൽ തിരിഞ്ഞു നടന്നു. കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിൽ ദാമോദരന്റെ നമ്പർ കാണി വിനയ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാതോട് ചേർത്തു. സർ, ഒരു കോളേജ് വിദ്യാർത്ഥിക്കെതിരെ ആക്രമണം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ICUയിലാണ്. ഓക്കെ ദാമോദർ, താൻ അവിടേക്ക് വാ, ഞാനവിടെ എത്തിക്കോളാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. വിനയ് വണ്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അന്നത്തെ മഞ്ഞപ്പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ആ പെൺകുട്ടിയുടെ മുഖഛായ വെച്ചുകൊണ്ടുള്ള വാർത്ത അച്ചടിച്ചുകൊണ്ടിരുന്നു. പ്രശസ്ത ബിസിനസ്മാൻ കാർത്തികേയൻ പിള്ളയുടെ മകൾ അമൃതയ്ക്ക് നേരെ ആസിഡ് ആക്രമണം. പുതിയ കേസിന്റെ തിരക്കുകളിലേക്ക് വിനയ് യാത്ര തുടരുന്നു.